الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. وقال تعالى ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. صدق الله العظيم. محترम दोस्तों और बुजुर्गों, दीन की बातों को जितना तलब के साथ और अदब के साथ सुनेंगे उतना ही नफा ज्यादा होगा. നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൻ നബിയിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനമുള്ള മഹത്തുക്കളെ, സുഹൃത്തുക്കളെ, ദീനിന്റെ കാര്യം നമ്മൾ എത്ര അദബോടുകൂടിയും താല്പര്യത്തോടുകൂടിയും കേൾക്കുന്നുവോ അത്രത്തോളം നമുക്കത് ഉപകാരപ്പെടുന്നതാണ്. हज़रत साहब इकराम रिज़वानुल्लाहि तआला अलैहिम अजमईन की ये खूबी थी कि उन्होंने दीन को तलब से अदब से लिया. സഹാബാക്കളുടെ പ്രത്യേകതയായിരുന്നു അവർ ദീനിനെ താല്പര്യത്തോടുകൂടെ അവർ ആ ദീനിന്റെ കാര്യങ്ങൾ താല്പര്യത്തോടുകൂടെ അത് ഏറ്റെടുത്തിരുന്നു. ഉലമാ ഫർമാते हैं അദ്ദീനു കുല്ലുഹു അദബ്. ഉലമാക്കൾ പറയുന്നു ദീൻ എന്നാൽ അത് ഫുള്ളും അദബാണ്. इसलिए हुजूर अलैहिस्सलातु वस्सलाम ने हर काम के लिए कोई अदब, कोई तरीका, कोई सुन्नत बताई है. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ എല്ലാ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും അതിൻ്റെതായ ഒരു അദബ്, ഒരു മര്യാദ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. खाने पीने के भी आदाब हैं. ആഹാരം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും അതിൻ്റെതായ മര്യാദകളുണ്ട്. सोने के भी आदाब हैं. ഉറങ്ങുന്നതിന് അതിന്റെ മര്യാദയുണ്ട്. यहाँ तक के इस्तिंजा करने के भी आदाब है. എത്രത്തോളം മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് പോലും അതിന്റെ മര്യാദകളുണ്ട്. वैसे बोलने सुनने के भी आदाब हैं. ഇതുപോലെ തന്നെ പറയുന്നതിനും കേൾക്കുന്നതിനും ചില മര്യാദകളുണ്ട്. सुनने के आदाब में यही है कि आदमी तलब के साथ आगे बढ़ते हुए बैठे. കേൾക്കുന്നതിന്റെ മര്യാദ എന്താന്ന് വെച്ചാൽ മനുഷ്യൻ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വന്നിരുന്ന് ആ കാര്യങ്ങൾ കേൾക്കുക. और अदब के साथ बैठे. വളരെ വിനയത്തോടുകൂടെ ഇരിക്കുക. दीन की बात को ध्यान से सुने. ദീന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. और अमल की नीयत से सुने. അമൽ ചെയ്യണം എന്ന നിയത്തോടുകൂടെ കേട്ടിരിക്കുക. और मजीद जो है जो कुछ सुना है उसको दूसरों तक पहुंचाने की नीयत से सुने. അടുത്തത് നമ്മൾ കേൾക്കുന്ന കാര്യം അടുത്തുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്ന നിയത്തിൽ നമ്മൾ അത് കേൾക്കുക. आप अलैहिस्सलातु वस्सलाम के इरशाद का मफहूम है नज़्ज़रल्लाहु इम्रअन समिअ मक़ालती ववअहा वहफ़िज़हा वअद्दाहा कमा हफ़िज़हा. अल्लाह ताला उस आदमी के चेहरे को तरोताज़ा रखे, उसे खुशहाल रखे जो मेरी बात को सुने और उसको महफूज करे, उसको अच्छी तरीके से याद करे और फिर उसको ऐसा ही दूसरों तक पहुंचावे जैसा उसने सुना. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, നല്ലറല്ലാഹു ഇംറഅൻ സമിയ മഖാലതി ഫഹഫിളഹ ഫവഅഹ ഫഅദ്ദാഹ കമാ സമിയ. എന്റെ വാക്ക് കേട്ട് അത് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചത് കേൾക്കുകയും അതിനുശേഷം അത് മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വെക്കട്ടെ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി. तो दीन की बातें जो है वो जितनी ध्यान से, तलब से, अदब से सुनी जाएगी उतनी अमल की तौफीक भी होगी.
ദീന്റെ കാര്യം നമ്മൾ എത്ര താല്പര്യത്തോടെ മര്യാദയോടെ കേൾക്കുന്നുവോ അത്ര തന്നെ നമുക്കത് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുന്നതാണ്. और असल जो है वो अमल ही है. അടിസ്ഥാനം അമൽ തന്നെയാണ്. और बदला भी अमल के ऊपर मिलता है. പ്രതിഫലവും അമൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. मन अमिल सालिहम मिन ज़करिन औ उन्सा. इसमें अल्लाह ताला ने अमल का तज़किरा किया है. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, ആണായാലും പുരുഷനായാലും സ്ത്രീയായാലും അമല് ചെയ്യുന്നു, സൽക്കർമ്മമാര് ചെയ്യുന്നു, അവിടെയും അമലിന്റെ കാര്യമാണ് എടുത്തു പറഞ്ഞത്. दुनिया का भी दस्तूर यही है कि अमल वालों को, काम करने वालों को उजरत मिलती है. ദുനിയാവിന്റെ സംവിധാനവും അങ്ങനെ തന്നെയാണ്. പരിശ്രമിക്കുന്നവർക്കാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത്. सिर्फ काम जान लेने वालों को उजरत नहीं मिलती है. കാര്യങ്ങൾ അറിയുന്ന ആൾക്ക് കൂലി കിട്ടില്ല. एक आदमी काम जानता है कि इस फैक्ट्री में ये काम होता है, उस कंपनी में वो काम होता है, ये महकमे में ये काम होता है, ये जानता है, तो वो जानने पर उसको बदला नहीं मिलेगा, बल्कि उसको काम करने पर उजरत मिलेगी. ഒരാൾക്ക് ഒരു സംവിധാനങ്ങളെ കുറിച്ച് നല്ലതുപോലെ അറിവുണ്ട്, കമ്പനിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എങ്ങനെ ചെയ്യണമെന്നറിയാം, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാം. പക്ഷെ അറിഞ്ഞതിന്റെ പേരിൽ അയാൾക്ക് ആരും എന്തില്ല, കൂലി കൊടുക്കില്ല. മറിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് സാധാരണ ദുനിയാവിൽ പോലും കൂലി ലഭിക്കുക. ऐसे अल्लाह ताला के वहाँ भी जो है काम करने वालों को, अमल करने वालों को बदला मिलता है. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കലും അമൽ ചെയ്യുന്നവർക്കാണ്, പരിശ്രമിക്കുന്നവർക്കാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത്. और अल्लाह ताला ने अपने बंदों से अच्छा अमल मांगा है. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള അമല്, പരിശ്രമമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. अच्छा अमल करें, ഏറ്റവും നല്ല രീതിയിൽ പരിശ്രമം ചെയ്യുക. कहना सुनना जितना अच्छा होगा उतना आगे जितने काम है वो भी अच्छे होंगे. നമ്മൾ കേൾക്കുന്നതും പറയുന്നതും എത്രത്തോളം നല്ലതാണോ അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് ചെയ്യുന്ന അമലുകളും നന്നായിരിക്കും. और नीयत जितनी अच्छी होगी तौफीक उतनी अच्छी होगी. നമ്മുടെ നിയ്യത്ത് എത്രത്തോളം നല്ലതാണോ അതനുസരിച്ച് നമുക്ക് അമൽ ചെയ്യാനുള്ള ഭാഗ്യവും തൗഫീഖും നല്ലതുപോലെ കിട്ടുന്നതാണ്. हदीस पाक का मफहूम है इन्नमा लिकुल्लि इम्रिइन मा नवा, कि आदमी को वही मिलेगा जो उसकी नीयत में होगा. ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട് ഇന്നമാ ലിംരിഇൻ മാ നവ, ഒരു മനുഷ്യന് കിട്ടുന്നത് അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവന്റെ നിയ്യത്ത് അനുസരിച്ചാണ് ഓരോരുത്തർക്കും അവരുടെ കാര്യങ്ങൾ പ്രതിഫലം ലഭിക്കുന്നത്. इसलिए अच्छी से अच्छी नीयत भी बनानी है. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നിയ്യത്ത് നമ്മൾ ചെയ്യണം. और फिर अल्लाह से अमल की तौफीक मांगनी है. അതുപോലെ തന്നെ അള്ളാഹുവിനോട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾ ചോദിക്കും. कि वो हमको तौफीक अता फरमा दे. അള്ളാഹു എനിക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് എന്നാ. हदीस की दुआओं में भी है, हुजूर सल्लल्लाहु अलैहि वसल्लम ने भी अल्लाह ताला से हिदायत वाले लोगों की सी तौफीक मांगी है. ഹദീസിൽ വരുന്നുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്തിന് വേണ്ടി തൗഫീഖ് ചോദിച്ചതായിട്ട്. जैसे दुनिया की जरूरतों को, चीजों को हम मांगते हैं तो अच्छा मांगते अल्लाह से. നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. आदमी रोजी मांगता है तो कुशादा रोजी मांगता है, बरकत वाली मांगता है. നമ്മൾ ഉപജീവനം ചോദിക്കുമ്പോൾ അള്ളാഹുവിന് വിശാലമായ രീതിയിലുള്ള ഉപജീവനം, വിശാലമായ രീതിയിലുള്ള ബർക്കത്ത് നമ്മൾ ചോദിക്കും. औलाद मांगता है तो खूबसूरत औलाद मांगता है. സന്താനങ്ങളെ ചോദിക്കുമ്പോൾ നല്ല ആരോഗ്യപരമായ മക്കളെ നമ്മൾ ചോദിക്കും. आदमी घर मांगता है तो बड़ा घर मांगता है. വീട് ആവശ്യപ്പെടുമ്പോൾ ഏറ്റവും നല്ല വീടും വലിയ വീടും നമ്മൾ ആവശ്യപ്പെടും. ऐसे जो कुछ आदमी अपने लिए दुनिया में अल्लाह से मांगता है, दुआ करता है, तो अच्छी चीज मांगता है. ചുരുക്കത്തിൽ ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ऐसे ईमान और अमल के मामले में भी हुजूर सल्लल्लाहु अलैहि वसल्लम ने अल्लाह ताला से अच्छा मांगा है, पूरा मांगा है. അതുപോലെ തന്നെ ഈമാന്റെയും അമലിന്റെയും വിഷയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും നല്ലതും പൂർണ്ണമായതുമാണ് ആവശ്യപ്പെട്ടത്. तो उसको अल्लाह ताला से अच्छा मांगना है. അതുകൊണ്ട് നമുക്കത് അള്ളാഹുവിനോട് ഏറ്റവും നല്ലത് ആവശ്യപ്പെടണം. और फिर कोशिश भी अच्छा ही करने की करनी है. അതുപോലെ തന്നെ ഏറ്റവും നല്ലതുപോലെ അത് ചെയ്യാനും നമ്മൾ പരിശ്രമിക്കണം. तो फिर अल्लाह ताला उसकी तौफीक भी दे देगा. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നമുക്ക് അത് തൗഫീഖ് നൽകുന്നു. सहाबा की नीयतें अच्छी थी. സഹാബാക്കളുടെ നിയ്യത്ത് ഏറ്റവും നല്ലതായിരുന്നു. अमल के मामले में वो पूरी तैयारी के साथ थे. അമൽ ചെയ്യാൻ പൂർണ്ണമായും തയ്യാറോടുകൂടിയായിരുന്നു അവർ. तो इसलिए उन्होंने अच्छी नीयतें बनाई और अमल के लिए अच्छी तैयारी की, तो अल्लाह ने उनको उसकी तौफीक दे दी. അതുകൊണ്ട് അവരുടെ നിയ്യത്ത് ഏറ്റവും നല്ലതായിരുന്നു. അതുപോലെ തന്നെ പരിശ്രമിക്കാനും അമൽ ചെയ്യാനും ഏറ്റവും പൂർണ്ണമായും തയ്യാറെടുപ്പുള്ളവരായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവർക്ക് ഏറ്റവും നല്ലത് നൽകുകയും ചെയ്തു. अल्लाह ताला दिलों को देखता है. അള്ളാഹു ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ला यंजुरु इला सुवरिकुम वला इला अमवालिकुम वलाकिन यंजुरु इला ഖുലൂബികും വനിയ്യാതികും. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വഇലാ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ നിയ്യാതിക്കും ഇലാ ഖുലൂബിക്കും വനിയ്യാതിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളെയോ നിങ്ങളുടെ സമ്പത്തുകളെയോ ഒന്നും നോക്കുന്നില്ല,
മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിയ്യത്തുകളെയുമാണ് അള്ളാഹു നോക്കുന്നത്. तो अच्छी से अच्छी नीयतें बनानी है. ഏറ്റവും നല്ല നിയ്യത്ത് നമ്മൾ ഉണ്ടാക്കണം. तबलीग के इस काम में नीयत बनाने की एक मेहनत है. നിയ്യത്ത് നല്ലതുപോലെ ഉണ്ടാക്കാൻ ഒരു പരിശ്രമം വേണം. एक नंबर है पूरा. ഒരു പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട്. इखलास नीयत. ഇഖ്ലാസ് നിയ്യത്ത്. कि नीयत हम बनाना सीखें कि नीयत कैसी करनी है. നിയ്യത്ത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കണം എന്നത് അതിലൂടെ പഠിക്കണം. നമ്മൾ अच्छी नीयत करनी है. ഏറ്റവും നല്ല നിയ്യത്ത് ചെയ്യണം. तो फिर आगे के जितने काम होंगे वो अच्छे ही होंगे. അതിനുശേഷം നമ്മുടെ പരിശ്രമങ്ങൾ മുന്നോട്ടുള്ള പരിശ്രമങ്ങളെല്ലാം നല്ലതായിരിക്കും. नीयत जो है वो बुनियाद की तरह है, असासी चीज है. നിയ്യത്ത് ചെയ്യൽ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്, ഏറ്റവും അടിത്തറ അതാണ്. उसी पर पूरा दारो मदार है. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. हदीस शरीफ में है इन्नमल अमालु बिन्नियात. ഹദീസിൽ വരുന്നുണ്ട് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. उसी पर दारो मदार है. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമാലുകൾ. അതിന്റെ മുഴുവൻ അമാലുകളുടെ അടിസ്ഥാനം അതനുസരിച്ചാണ്. जैसे इमारत का दारो मदार उसकी बुनियादों पर होता है. ഏതുപോലെ ഒരു ബിൽഡിങ്ങിന്റെ അടിസ്ഥാനം അതിന്റെ ഫൗണ്ടേഷൻ ആണോ, इसलिए हजरत मौलाना इलियास साहब रहमतुल्लाह अलैह जो है वो इसकी बड़ी ताकीद फरमाते थे. അതുകൊണ്ട് ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ വിഷയത്തിൽ വളരെ ശക്തമായ രീതിയിൽ പറയുമായിരുന്നു. और बार बार नीयत की तजदीद करवाते थे. കൂടെ ബഹുമാനപ്പെട്ട ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി നിയ്യത്തിനെ തജ്ദീദ് ചെയ്യുമായിരുന്നു, പുതുക്കാൻ പറയുമായിരുന്നു. ताकि आदमी अपने सही रुख पर बाकी रहे. മനുഷ്യൻ എപ്പോഴും അവന്റെ ശരിയായ മാർഗത്തിൽ നിലനിൽക്കാൻ വേണ്ടി और मेहनत का रुख भी सही रहे. പരിശ്രമത്തിന്റെ മാർഗവും അതിന്റെ ദിശയും നേരെയാവാൻ വേണ്ടി. तो फिर उसके नताइज भी अच्छे होंगे. അപ്പോൾ അതിന്റെ ഫലങ്ങൾ നന്നായിരിക്കും. जैसे ड्राइवर जो है उसको अपने स्टीयरिंग पर काबू रखना पड़ता है. ഡ്രൈവർ സ്റ്റിയറിംഗിൽ എപ്പോഴും അവന്റെ നിയന്ത്രണം ഉണ്ടാകണം. हर वक्त उसको अपनी सिम्स की तरफ ले जाना पड़ता है. അവന്റെ കറക്റ്റ് ദിശയിൽ ആ ഡ്രൈവിംഗ് ആ സ്റ്റിയറിംഗ് കൊണ്ടുപോകണം ഡ്രൈവർ. और अगर वो उससे गाफिल हो जाए तो पता नहीं कौन सी सिम्स चली जाएगी गाड़ी. ഒരല്പ അശ്രദ്ധനായി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. जहाज के पायलट के वो अपनी सिम्स का ख्याल रखना पड़ता है. എല്ലാവരും പൈലറ്റിനാണെങ്കിലും അദ്ദേഹത്തിന്റെ ദിശ കൃത്യമായി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. तो ऐसे हमें भी अपनी सिम्स का ख्याल रखना पड़ेगा. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദിശയുടെ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. तो फिर इंशाअल्लाह हमारे अमलों के जरिए से उसका अच्छा अजर मुरत्तब होगा. അതിനുശേഷം നമ്മുടെ അമലുകളിലൂടെ ഇൻഷാ അല്ലാഹ് അതിന് നല്ല ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. दुनिया में भी अच्छे नताइज मिलेंगे. ദുനിയാവിലും അതിന് നല്ലതായ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. उसकी बरकतें जाहिर होगी. അതിന്റെ ബർക്കത്തുകൾ വെളിവാകും. हदीस पाक में है, बल्कि कलाम पाक में अल्लाह ताला का इरशाद है मन आमिल सालिहन मिन ज़करिन औ उन्सा व हुवा मुमिन फलनुहयिन्नहु हयातन तय्यिबा. कि जो भी मर्द या औरत अच्छे अमल करें बशर्ते कि उनके पास ईमान भी हो और वह मुमिन फलनुहयिन्नहु हयातन तय्यिबा, तो हम उनको हयात तय्यिबा नसीब करेंगे. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ അമലുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഫലനുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ, അവന് നല്ല ഒരു ജീവിതം നമ്മൾ ചെയ്യും, അവന് സംഭാവന നൽകുന്നതാണ്. तो ये ईमान और अमल का बदला तो अल्लाह आखिरत में देगा, लेकिन ये उसकी बरकतें जाहिर होगी दुनिया में. ചുരുക്കത്തിൽ ഈമാന്റെയും അമലുകളുടെയും പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുന്നത് ആഖിറത്തിലായിരിക്കും. പക്ഷേ അതിന്റെ ബർക്കത്തുകൾ നമുക്ക് ദുനിയാവിൽ കാണാൻ കഴിയും. कि दुनिया की जिंदगी अच्छी हो जाएगी, ദുനിയാവിന്റെ ജീവിതം വളരെ നന്നായിരിക്കും, खुशगवार हो जाएगी, സന്തോഷകരമായിരിക്കും. आदमी की जो असल जरूरत है दिल की, जिस्म की, कि उसको एक अच्छी जिंदगी मिले, वो जिंदगी अल्लाह ताला नसीब फरमा देगा. മനുഷ്യന്റെ ഹൃദയത്തിന് ആവശ്യമായ ഒരു നല്ല ഒരു ജീവിതം ഉണ്ടല്ലോ ദുനിയാവിൽ, ആ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ബർക്കത്തിലൂടെ ഒരു മനുഷ്യന് നൽകുന്നതാണ്. उसके लिए दुनिया का मालो मता का मिलना जरूरी नहीं है कि बहुत ज्यादा माल मता मिल गया. അതിന്റെ അർത്ഥം നമുക്ക് ഒരുപാട് സമ്പത്ത് കിട്ടണമെന്നൊന്നുമല്ല. उसके लिए बहुत ज्यादा जमीन जागीर होना जरूरी नहीं है. അതിന് ഒരുപാട് ഭൂമിയുടെ ഉടമസ്ഥനാകണമെന്നും നിർബന്ധമില്ല. उसके लिए बहुत बड़ा कारोबार मिलना जरूरी नहीं है. വലിയ ബിസിനസ് കിട്ടണമെന്നും വലിയ നിർബന്ധമില്ല. बहुत बड़ी डिग्री या कुर्सी मिलना जरूरी नहीं. വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കണമെന്നും നിർബന്ധമില്ല. बगैर इन सब चीजों के अच्छी जिंदगी होगी. ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യന് നല്ലൊരു ജീവിതം ദുനിയാവിൽ ലഭിക്കും. जैसे हुजूर सल्लल्लाहु अलैहि वसल्लम को मिली. ഏതുപോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയതുപോലെ. आपका कोई बड़ा बंगला नहीं था मदीने में, നബി തങ്ങൾക്ക് മദീനയിൽ വലിയ ബംഗ്ലാവൊന്നും ഇല്ലായിരുന്നു. और आपके पास जीने के बहुत ज्यादा असबाब नहीं थे. ജീവിതത്തിന് വലിയ വലിയ വസ്തുതകളൊന്നും നബി തങ്ങളുടെ കയ്യിലില്ലായിരുന്നു. आप तो फरमा रहे एक दिन खाना खा के शुक्र करूं,
और एक दिन फाका करके सब्र करो। നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു ദിവസം ആഹാരം കഴിക്കുന്നു, അതിൽ ശുക്ർ ചെയ്യുന്നു, അടുത്ത ദിവസം ഒന്നുമില്ല, അതിന്റെ പേരിൽ സബർ ചെയ്യുന്നു, ക്ഷമിക്കുന്നു. लेकिन आपकी जिंदगी जो है वो हयात तय्यबा है। പക്ഷേ തങ്ങളുടെ ജീവിതം ഹയാത്ത് തയ്യിബ, പരിശുദ്ധമായ ജീവിതമായിരുന്നു. ऐसे सहाबा इकराम रिज़वानुल्लाहि तआला अलैहिम अजमईन हैं। ഇതുപോലെ തന്നെ സഹാബാക്കളുടെ അവസ്ഥയും. तो उनके पास भी ज्यादा सामान नहीं है, मालो मता नहीं है। അവരുടെ അടുക്കലും ഒരുപാട് ദുനിയാവിന്റെ സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു. और बाद में उनके पास जब मालो मता आया भी तो उन्होंने अपनी जात के लिए उससे ज्यादा फायदा भी नहीं उठाया है। ഇനി ഏതെങ്കിലും സഹാബായുടെ അടുക്കൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും തന്നെയും അതൊന്നും അവർക്ക് വേണ്ടിയല്ല കൂടുതലായിട്ട് ഉപയോഗിച്ചത്. लेकिन जिंदगी पुरसुकून है, പക്ഷേ അവരുടെ ജീവിതം വളരെ സമാധാനത്തിലായിരുന്നു, खुशगवार है, വളരെ സന്തോഷത്തിലായിരുന്നു. हर एक आदमी अपनी जगह इज्जतदार है ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മഹത്വമുള്ളവരും ഇജ്ജത്തുള്ളവരുമായിരുന്നു. और शुक्रगुजार हैं। അവർ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നവരായിരുന്നു. खाना मिल रहा है तो शुक्र कर रहे हैं, അവർക്ക് ഉപജീവനം കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹിനെ ശുക്ർ ചെയ്യുന്നു. कभी फाका भी हो गया तो सब्र कर रहे हैं। ചിലപ്പം കിട്ടുന്നില്ല എങ്കിൽ അവരത് ക്ഷമിക്കുകയും ചെയ്യുന്നു. मालो मता के न मिलने का गम नहीं है उनको, സമ്പത്തൊന്നും കിട്ടാത്തതിന്റെ വിഷമം അവർക്കില്ലായിരുന്നു. दुनिया के आसाइश और आराम के नक्शे कम होने का कोई अफसोस नहीं है, ദുനിയാവിന്റെ ആഡംബരങ്ങളൊന്നും കുറഞ്ഞു പോയതിന്റെ വിഷമവും അവർക്കില്ല. इसलिए कि दुनिया के मालो मता और दुनिया के आसाइश और आराम के नक्शों में फख्र करना और उसी को सब कुछ समझना ये मोमिनीन का शेवा नहीं है। ദുനിയാവിന്റെ ആഡംബരങ്ങളും അവിടുത്തെ സന്തോഷങ്ങൾ എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് പറ്റിയ കാര്യമേ അല്ല. ईमान वालों के लिए फख्र की चीज तो ईमान का कमाल है, तकवा है और सब्र है, शुक्र है, इबादत है, अच्छे अखलाक हैं। മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഫഖറിന്റെ കാര്യങ്ങൾ എന്താണ്? അവൻ അഭിമാനിക്കാനുള്ള കാര്യം അവന്റെ ഈമാനാണ്, ശുക്റാണ്, സബറാണ്, നല്ല സ്വഭാവമാണ്. ഇതൊക്കെയാണ് ഒരു മുഅ്മിന് അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ. हुजूर अलैहिस्सलातु वस्सलाम ने अपने अस्हाब का जो तारुफ करवाया वो इन सिफतों के साथ करवाया। നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ പരിചയപ്പെടുത്തിയത് ഈ ഗുണങ്ങൾ വെച്ചുകൊണ്ടാണ്. किसी के बारे में कहा कि सबसे बड़े तकवे वाले हैं, ചിലരെ കുറിച്ച് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആള്. किसी के बारे में कहा कि सबसे बड़े इल्म वाले हैं, ചിലരെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ അറിവുള്ള ആള്. किसी के बारे में कहा कि सबसे ज्यादा कुरान जानने वाले, മറ്റൊരാളെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആൻ അറിയുന്നയാള്. किसी के बारे में कहा कि सबसे ज्यादा शुजा और बहादुर है, മറ്റൊരാളെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ ധീരതയുള്ളയാള്. तो उनके किसी के बारे में कहा सबसे बड़े हया वाले, ചിലരെ കുറിച്ച് പറയുന്നു ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളയാള്. हज अली के बारे में कहा सबसे ज्यादा इंसाफ करने वाले, ചിലരെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്നയാള്. ये कमालात हैं ഇതെല്ലാം ഗുണങ്ങളാണ്. जो इस दुनिया में इंसान की कमाई है ഇതാണ് ദുനിയാവിൽ മനുഷ്യൻ സമ്പാദിച്ചെടുക്കേണ്ടത്. कि यहाँ आदमी ये कमावे, മനുഷ്യൻ ദുനിയാവിൽ ഇതെല്ലാം ആർജിച്ചെടുക്കണം. इसलिए कि क़यामत में जो है कमाल वालों को इनामात मिलेंगे। ആഖിറത്തിൽ ഈ പൂർണ്ണതയുള്ളവർക്കാണ് അള്ളാഹുവിൽ നിന്നും പ്രതിഫലങ്ങൾ ലഭിക്കുന്നത്. क़यामत के इनामात का ताल्लुक जो है दुनिया की इन चीजों से नहीं होगा। ആഖിറത്തിലുള്ള അള്ളാഹുവിന്റെ ഇനാമാത്തുകൾ, അള്ളാഹുവിന്റെ പ്രതിഫലങ്ങളൊന്നും ദുനിയാവിന്റെ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലല്ല. वहाँ ये कमालात वालों को मिलेगा, അവിടെ ഈ ഗുണങ്ങളുള്ളവർക്കാണ് ഇതെല്ലാം കിട്ടുന്നത്. ईमान वालों को, तकवे वालों को, सब्र वालों को, शुक्र वालों को, इल्म वालों को, हया वालों को जो इनामात हैं वो इस पर हैं। ഈമാനുള്ളവർക്ക്, തഖ്വയുള്ളവർക്ക്, സബറുള്ളവർക്ക്, ശുക്റുള്ളവർക്ക്, ഹയാ ഉള്ളവർക്ക്, ഇവർക്കാണ് നാളെ ആഖിറത്തിൽ പ്രതിഫലങ്ങൾ കിട്ടുന്നത്. दुनिया की जिंदगी में जैसे लोग अपनी सलाहियतों को उन फनून पर लगाते हैं जिन फनून पर बड़ी तनख्वाहें मिलती है, ദുനിയാവിൽ വലിയ വലിയ കഴിവുള്ളവർ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കഴിവ് ഉപയോഗിക്കുന്നു. അതിന്റെ പേരിൽ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട്, കൂടുതൽ സംഭാവനകൾ കിട്ടുന്നുണ്ട്. कोई डॉक्टर बनता है, कोई इंजीनियर बनता है, कोई वकील बनता है, कोई कंप्यूटर इंजीनियर बनता है। उनसे पूछे क्यों आप ये मेहनत कर रहे हो, कह रहे कि इस पर तनख्वाह बड़ी मिलती है। ചിലർ ഡോക്ടർ ആകുന്നു, ചിലർ എഞ്ചിനീയർ ആകുന്നു, ചിലർ വക്കീലാകുന്നു. അവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ പരിശ്രമങ്ങളെല്ലാം നടത്തുന്നത്? അവർ പറയും കൂടുതൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സംഭാവന, കൂടുതൽ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. इन डिग्रियों के साथ कमाई ज्यादा होती है, ഈ ഡിഗ്രി ഉള്ളത് കൊണ്ട് കൂടുതൽ ഇൻകം കിട്ടും. तो उसको हासिल करने के लिए कोई 15 साल, कोई 20 साल लगाता है। ഇത് കിട്ടാൻ വേണ്ടി ചിലർ 10-15 വർഷം ചെലവഴിക്കുന്നു. ऐसे वहाँ आखिरत में जो लोगों को बदला मिलेगा, इनाम मिलेगा, वो इन चीजों की वजह से मिलेगा। ईमान है, तकवा है, सब्र है, शुक्र है, इबादत है, अखलाक है, अमाल है। അപ്പം ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ക്വാളിറ്റിയുടെ പേരിലാണ് കിട്ടുന്നത്. ഈമാന്, തഖ്വ, ശുക്ർ, സബർ,
അതുപോലെ ഇൽമ്, ഇങ്ങനെയുള്ള ക്വാളിറ്റിയുടെ പേരിലാണ് നാളെ ആഖിറത്തിൽ നമുക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലങ്ങൾ കിട്ടുന്നത്. अल्लाह ताला ने अंबिया अलैहिमुस्सलातु वस्सलाम को इसी वास्ते भेजा कि लोगों को ये बात समझावे. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ ഇതിനു വേണ്ടിയാണ് അയച്ചത്, ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. लोगों को ये असल बात समझावे, ജനങ്ങൾക്ക് ഈ അടിസ്ഥാനമായ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ. ताकि यहाँ आदमी यहाँ की जिंदगी गुजार कर वहाँ खसारे में न रहे. ഇവിടുത്തെ ജീവിതം മനുഷ്യൻ ഇവിടുത്തെ ജീവിതം കഴിച്ചുകൂട്ടി നാളെ ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. और आदमी इन कमालात और खूबियों को हासिल करेगा तो सबसे पहले जो उसको मिलेगा वो दुनिया में मिलेगा. ഈ ഗുണങ്ങളെല്ലാം ഒരു മനുഷ്യൻ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അവന് ദുനിയാവിൽ തന്നെ കിട്ടും. और ये वही है जो बात अल्लाह ताला ने इरशाद फरमाई कि उसको हयात तय्यबा नसीब करेंगे. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവന് ഹയാത്ത് തയ്യിബ, പരിശുദ്ധമായ ഒരു ജീവിതം അല്ലാഹു അവന് നൽകുന്നതാണ്. जैसे दुनिया में भी जो हुकूमत की डिमांड होती है, अगर वो तालीम आदमी लेता है तो उसको स्कॉलरशिप मिलती है. पहले अभी तालीम का जमाना है, लेकिन उसी से उसको मिलना शुरू हो जाता है. ദുനിയാവിന്റെ സംവിധാനം അങ്ങനെയാണ്. ദുനിയാവിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ ഇന്ന ഒരു ഡിഗ്രി കരസ്ഥമാക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്ര സ്കോളർഷിപ്പ് കിട്ടും. ഇതൊക്കെ ദുനിയാവിന്റെ സംവിധാനമാണ്. जो हुकूमत का मुतालबा है कि ये तालीम हासिल करो. അതുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണ്, ഇത് നിങ്ങൾ ഇങ്ങനെ ഈ കാര്യം പഠിക്കുക, ഇത് നിങ്ങൾ കരസ്ഥമാക്കൂ എന്ന് പറയും. वो तालीम हासिल करने के जमाने में भी उसको इतना मिलता है कि जिससे उसका गुजारा हो जाता है. പഠിക്കുന്ന കാലത്ത് പോലും അവൻ എന്ത് ചെയ്യും? സ്കോളർഷിപ്പ് കിട്ടും. അവന്റെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് നടന്നു പോകും. खाना पीना हो जाता है, അവന്റെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങളെല്ലാം സംവിധാനങ്ങൾ നടന്നു പോകും. रहना सहना हो जाता है, അവന് താമസിക്കാനുള്ള സൗകര്യവും കിട്ടും. और बाकी जो उसको मिलेगा उसकी तालीम के बाद मिलेगा. ആ ബാക്കി ദുനിയാവില് അവന് കിട്ടാൻ പോകുന്നത് അതിന് അവന്റെ പഠനം കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടാൻ जब वो പോകുന്നത്. काबिल बन जाएगा അവൻ അതിനുള്ള യോഗ്യനായി കഴിഞ്ഞാൽ फिर इससे कहीं गुना ज्यादा मिलेगा. പിന്നെ ഈ സ്കോളർഷിപ്പിനേക്കാൾ വലിയ തുകയായിരിക്കും പിന്നെ അവന് കിട്ടാൻ ये तो പോകുന്നത്. एक मिसाल है, ഇതൊരു ഉദാഹരണമാണ്. वरना अल्लाह की जात बहुत बड़ी है, അള്ളാഹുവിന്റെ ദാത്ത് എത്രയോ വലുതാണ്. उसकी शान बहुत बड़ी है. അള്ളാഹുവിന്റെ പദവി എത്രയോ വലുതാണ്. अगर उसका जो मुतालबा है उस मुताबिक बंदों की जिंदगी हो जावे तो दुनिया में जन्नत का मजा आ जाए. ആ അള്ളാഹുവിന്റെ ഇതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ഉണ്ടാക്കുകയാണെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് സ്വർഗത്തിന്റെ അഭിരുചി നമുക്ക് ലഭിക്കും. और आदमी जन्नत का तलबगार बन जावे, മനുഷ്യൻ സ്വർഗത്തിനെ തേടുന്നവനായി തീരും. उसको दुनिया की चीजों से रगबत कम हो जावे. ദുനിയാവിന്റെ വസ്തുക്കളോട് അവന് താല്പര്യം കുറയും. ये अलामत है आदमी के ईमान बनने की. ഒരു മനുഷ്യന്റെ ഈമാൻ ഉണ്ടാകുന്നതിന്റെ അടയാളമാണ് ഈ പറഞ്ഞതല്ല. ये अलामत होती है आदमी के अमल बनने की. ഒരു മനുഷ്യന്റെ അമൽ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നതിന്റെ അടയാളമാണ് ഇതല്ല. आदमी का ईमान और अमल बना है, उसकी अलामत होती है कि दुनिया से बेरगबती आती है. ഒരു മനുഷ്യന്റെ ഈമാനും അമലും അതുണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദുനിയാവിനോട് അവന് താല്പര്യം തന്നെ കുറഞ്ഞു പോകുമാണ്. आदमी दुनिया में रहता है, മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുന്നു, खाता पीता है, കഴിക്കുന്നു, കുടിക്കുന്നു, निकाह करता है, വിവാഹം കഴിക്കുന്നു, काम करता है, ജോലി ചെയ്യുന്നു, बीवी बच्चों के साथ रहेगा, കുടുംബവും മക്കളോടൊപ്പം ഇരിക്കുന്നു. लेकिन वो तालिब होगा आखिरत का. പക്ഷേ അവന്റെ ചിന്ത മൊത്തം ആഖിറമായിരിക്കും. वो दुनिया का तालिब नहीं होगा. അവൻ ദുനിയാവ് തേടുന്നവനായിരിക്കില്ല. दुनिया जो है बकदर जरूरत ले लेगा. ദുനിയാവ് അവന്റെ ആവശ്യം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. हाँ, और वही अक्लमंद है. അതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ കാര്യം. दुनिया में वो अपनी जरूरतों में काबू रखेगा ദുനിയാവിൽ അവന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിയന്ത്രിക്കും. और ख्वाहिशों के रास्ते पर नहीं जाएगा, ഒരിക്കലും അനാവശ്യത്തിലേക്ക് അവൻ കൊണ്ടുപോകില്ല. बल्कि अपनी जरूरतों में भी काबू में रहेगा. അവന്റെ ആവശ്യങ്ങളെല്ലാം അവൻ അവന്റെ നിയന്ത്രണത്തിലായിരിക്കും. वही अक्लमंद है. ഇതാണ് ബുദ്ധികരമായ കാര്യം. आप अलैहिस्सलाम ने फरमाया है, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, अल कय्यिसु मन दाना नफ्सा, അൽ കയ്യിസു മൻ ദാന നഫ്സ. कि अक्लमंद वो है जो अपने ऊपर काबू रखे. ബുദ്ധിയുള്ളവൻ എന്ന് വെച്ചാൽ സ്വയം നിയന്ത്രിതനാകുന്നവനാണ്. खाने पीने में, सोने जागने में, रहने सहने में कंट्रोल में रहे. वो കഴിക്കുന്നതിലും ഉറങ്ങുന്നതിലും അവന്റെ കാര്യങ്ങളിലെല്ലാം കൺട്രോളിലുള്ളവനാണ് ബുദ്ധിയുള്ളവൻ. वो आमिल लिमा बादल मौत, और माँ बाप दे मौत के लिए काम करें. വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള കാര്യത്തിന് വേണ്ടി അവൻ ദുനിയാവിൽ അമൽ ചെയ്യും. उसका हर अमल जो है वो आखिरत में कुछ नतीजा निकालने वाला हो. അവന്റെ ഓരോ അമലുകളും ആഖിറത്തിൽ അതിന് അവന് പ്രതിഫലം കിട്ടണം. इसलिए कि यहाँ के कामों का वहाँ बदला मिलने वाला है. കാരണം ഇവിടെ ചെയ്യുന്ന അമലുകൾക്ക് നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടാനുള്ളതാണ്. जो भी आदमी यहाँ काम करेगा उसका वहाँ बदला है. എന്ത് അമലാണ് ഇവിടെ ചെയ്യുന്നതെങ്കിലും അതിന്റെ ബദല് അവൻ അവിടെ ആഖിറത്തിൽ കിട്ടും. अच्छे काम है तो अच्छा बदला है, നല്ല കാര്യമാണെങ്കിൽ അതിന് നല്ല പ്രതിഫലം കിട്ടും. और बुरा काम होगा तो बुरा बदला होगा उसका. അതിന് മോശമായ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് മോശമായ ബദല് കിട്ടും. അവിടെ अल्लाह ताला ने उसको बयान किया है. അള്ളാഹു അത് പരാമർശിക്കുന്നുണ്ട്. हदीसों में हुजूर सल्लल्लाहु अलैहि वसल्लम ने उसकी तफसीर बयान की है നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ അതിനെ വിശദീകരിച്ചു തരുന്നുണ്ട്. कि ईमान पर क्या मिलेगा,
ഈമാനിലൂടെ എന്ത് കിട്ടും? नमाज पर क्या मिलेगा, നമസ്കാരത്തിലൂടെ എന്ത് കിട്ടും? रोजों का क्या बदला है, നോമ്പിന് എന്താണ് കിട്ടാൻ പോകുന്നത്? सदका खैरात का क्या बदला है, സദഖകൾ ചെയ്യുന്നതിന് എന്താണ് കിട്ടാൻ हज പോകുന്നത്? करने का क्या बदला है, हज। ഹജ്ജ് ചെയ്യുന്നതിന് എന്താണ് കൂലി കിട്ടാൻ പോകുന്നത്? इसी तरह सिला रहमी का बदला है, കുടുംബബന്ധം ചേർക്കുന്നതിന് എന്താണ് പ്രതിഫലം? खिलाने पिलाने का बदला है, മറ്റുള്ളവരെ ആഹാരം കഴിപ്പിക്കുന്നതിന് എന്താണ് പ്രതിഫലം? यहाँ तक कि बीमार की इयादत करने का बदला है, എവിടത്തോളം ആ രോഗികളെ സന്ദർശിക്കുന്നതിനും എന്താണ് പ്രതിഫലം? मुसलमान को सलाम करने का बदला है, മുസ്ലിമീങ്ങളോട് സലാം പറയുന്നതിനുള്ള പ്രതിഫലം. किसी आदमी के सामने मुस्कुराते चेहरे से देखने का भी बदला है, ഒരു ചില മുസ്ലിമിന്റെ മുഖത്ത് പുഞ്ചിരിയോടെ നോക്കുന്നതിനും പ്രതിഫലം. क्योंकि वो भी एक काम है। അതും ഒരു പരിശ്രമമാണ്, आदमी मुस्कुराएगा അതും മനുഷ്യൻ ചെയ്യുന്നതാണ്. तो मुस्कुराना भी एक काम है, മനുഷ്യൻ സാധാരണ പുഞ്ചിരിക്കാറുണ്ട്, പുഞ്ചിരിക്കുന്ന ഒരു ജോലിയാണല്ലോ. उस पर भी कोई अमल कोई बदला है। അതിനും എന്തുണ്ട്? ഒരു പ്രതിഫലമുണ്ട്. हाँ कि ये दारुल अमल है, दुनिया ദുനിയാവെന്നത് അമൽ ചെയ്യാനുള്ള സ്ഥലമാണ്, काम करने की जगह है। അമൽ ചെയ്യാനുള്ള സ്ഥലം. ये बात तो सच्ची है ഇത് ശരിയായ കാര്യമാണ്. कि दुनिया काम करने की जगह है, ദുനിയാവ് പരിശ്രമിക്കാനുള്ള സ്ഥലമാണ്. लेकिन क्या काम करना है वो सीखना है। എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പരിശ്രമിക്കേണ്ടത് നമ്മൾ പഠിക്കണം. कि ये अपनी जरूरतों में ही जिंदगी पूरी कर देने का नाम काम नहीं है, നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതല്ല പരിശ്രമം. और दुनिया ही की हवस लेकर सुबह शाम फिरने का नाम काम नहीं है, ദുനിയാവിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അധ്വാനിക്കുന്നതല്ല പരിശ്രമം. वो अक्लमंदी नहीं है। അത് നമ്മുടെ ബുദ്ധിയുടെ കാര്യം, ബുദ്ധിയുള്ളവരുടെ കാര്യം ചെയ്യുന്നവരല്ല. आप अलैहिस्सलाम ने अक्लमंदी की अलामत ये बताई कि अमील लिमा बादल मौत, कि वो अक्लमंद है जो माँ बादे मौत के लिए काम करे। വിവരമുള്ളവർ ചെയ്യുന്ന കാര്യം എന്താണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷത്തേക്ക് വേണ്ടി അമൽ ചെയ്യുന്നവർ. कि मौत के बाद उसको काम लगे ऐसे काम करे। മരണത്തിന് ശേഷം കിട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനുവേണ്ടി ഇവിടെ ദുനിയാവിൽ പരിശ്രമിക്കും. वहाँ जो बदला है वो उन कामों का है जो काम हुजूर अलैहिस्सलातु वस्सलाम ने करके बताए। അവിടെ എന്തൊക്കെയാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്? ആ പരിശ്രമം എന്താണ്? അത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശ്രമങ്ങളാണ്. इसलिए हर इंसान से इसका मुतालबा है को पाबंद रहे हुजूर सल्लल्लाहु अलैहि वसल्लम के तरीकों का। എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുന്ന അത് തന്നെയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം എന്താണോ അതിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. कोई आदमी इधर उधर न जावे, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ईमान लाने के बाद आपके तरीकों का पाबंद बनना जरूरी है, മുഅ്മിനായതിനു ശേഷം തങ്ങളുടെ മാർഗം അവലംബിക്കൽ നമുക്ക് നിർബന്ധമാണ്. और हर काम में आपके तरीके का पाबंद होना जरूरी है। ഓരോ പരിശ്രമത്തിലും തങ്ങളുടെ മാതൃക എന്താണ് അതനുസരിച്ച് നിൽക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ये हुक्म है अल्लाह ताला का, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹുക്കം നമുക്ക് നൽകിയിട്ടുണ്ട്. और इसको पूरा करना हर एक के लिए जरूरी है। ഇത് പൂർത്തിയാക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. वरना कोई आदमी अगर अल्लाह के हुक्म को भी हुजूर के तरीके के अलावा किसी और तरीके पर पूरा करेगा तो वो भी काबिल कबूल नहीं होगा। എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുക്കം ഒരു മനുഷ്യൻ പൂർത്തിയാക്കുന്നു, പക്ഷെ നബിതങ്ങളുടെ മാർഗത്തിലൂടെയല്ല എങ്കിൽ ആ അമൽ കൊണ്ടും ഒരു ഗുണവും ഉണ്ടാകില്ല. एक आदमी नमाज पढ़ रहा है लेकिन आपके तरीके के खिलाफ है तो नमाज भी कबूल नहीं है। ഒരാൾ നമസ്കരിക്കുന്നു, പക്ഷെ നബിതങ്ങളുടെ മാർഗത്തിലൂടെ അല്ല എങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കില്ല. एक आदमी हज कर रहा है, आपके तरीके के खिलाफ है तो वो हज भी कबूल नहीं है। ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, പക്ഷെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ അല്ല എങ്കിൽ ആ ഹജ്ജ് ശരിയാകില്ല. आपके तरीकों का पाबंद किया है सबको। തങ്ങളുടെ മാർഗം എന്താണെന്ന് നമുക്ക് നിർബന്ധം പറഞ്ഞു തന്നിട്ടുണ്ട്. अल्लाह ताला का इरशाद है, मन यब्तगी गैरल इस्लामी दीनन फलन युक़बल मिन्हु वहुव फिल आखिरति मिनल खासिरीन। അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആര് ഇസ്ലാം അല്ലാത്ത ഒരു മാർഗം പിന്തുടരുന്നുവോ അവന്റെ ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, ആഖിറത്തിൽ നഷ്ടവാളികളിൽ പെട്ടുപോകുന്നതാണ്. कि वो खसारे में जाएगा, അവൻ നഷ്ടത്തിലായി പോകും. इसलिए दुनिया में बहुत सारे लोग हैं ദുനിയാവിൽ ഒരുപാട് ജനങ്ങളുണ്ട് जो अल्लाह को मानते हैं അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്, लेकिन हुजूर अलैहिस्सलाम के तरीकों पर नहीं हो। പക്ഷെ നബി തങ്ങളുടെ മാർഗത്തിലല്ല അവര്. या तो आपकी रिसालत को ही तस्लीम नहीं किया उन्होंने, ചിലര് നബി തങ്ങളുടെ പ്രവാചകത്വം പോലും അംഗീകരിച്ചില്ല. या आपकी रिसालत को तस्लीम किया लेकिन आपको खातिमुन नबीयीन तस्लीम नहीं किया उन्होंने, ചിലര് പ്രവാചകത്തെ അംഗീകരിച്ചു, പക്ഷെ നബി തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് അംഗീകരിക്കാത്തവരുണ്ട്. या अपनी अमली जिंदगी में हुजूर सल्लल्लाहु अलैहि वसल्लम के तरीके नहीं है तो नामुराद होंगे। അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തിക ജീവിതത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ നമ്മൾ അല്ല എങ്കിലും നമ്മൾ ലക്ഷ്യം കാണുകയില്ല. इसलिए कि अल्लाह ताला के दरबार में वही अमल काबिल कबूल होगा जो आपके तरीके पर होगा। അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ അമൽ എന്താന്ന് വെച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലുള്ള അമലാണ്. आपकी बिआसत के बाद अगले नबियों के तरीके भी मंसूख हो गए। നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പ്രവാചകത്വത്തിന് ശേഷം ബാക്കിയുള്ള പ്രവാചകന്മാരുടെ മാർഗങ്ങളും അവരുടെ തരീഖകളെല്ലാം മൻസൂഖായി പോയി, അതെല്ലാം അസ്ഥിരപ്പെട്ടു പോയി. आपसे पहले जो अंबिया थे, जो मुरसलीन थे, अल्लाह की तरफ से भेजे हुए थे, लेकिन आपके खत्म नबूवत पर उन सब के तरीकों को भी अल्लाह ने मंसूख कर दिया. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചതിന് ശേഷം മുമ്പ് എത്ര പ്രവാചകന്മാരുണ്ടായിരുന്നോ അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരുടെയും എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് മുഴുവനും അസ്ഥിരപ്പെട്ടു പോയി. एक मौके पर आप अलैहिस्सलाम ने फरमाया कि अगर मूसा अलैहिस्सलाम जिंदा होते तो वो भी मेरा इत्तिबा करते. ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിൻപറ്റേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. और ईसा अलैहिस्सलाम भी क़यामत के करीब आसमान से उतरेंगे तो हुजूर सल्लल्लाहु अलैहि वसल्लम का इत्तिबा करेंगे. ഈസാ അലൈഹിസ്സലാമും ഖിയാമത്തിൻ സമയത്ത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. അപ്പോഴും ഈസാ അലൈഹിസ്സലാം നബിതങ്ങളെയായിരിക്കും പിന്തുടരുന്നത്. आपको अल्लाह ताला ने सय्यदुल मुरसलीन बनाया है. നബിതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ നേതാവാക്കി, खातिमुन नबिय्यीन बनाया है. അന്ത്യ പ്രവാചകനാക്കി. हाँ, ये अल्लाह ताला का फैसला है. मा काना मुहम्मदुन अबा अहदिम मिन रिजालिकुम वलाकिन रसूलुल्लाहि व खातमुन नबिय्यीन. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമുൻ നബിയീൻ. പ്രവാചകൻ നിങ്ങളുടെ ആരുടെയും പിതാവല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യ പ്രവാചകനാണ്. आप खातिमुन नबिय्यीन हैं ഖാതിമുൻ നബിയീനാണ് നബി തങ്ങൾ. और सय्यदुल मुरसलीन हैं. സയ്യിദുൽ മുർസലീൻ, പ്രവാചകന്മാരുടെ നേതാവാണ്. आप पर नबूवत का दरवाजा बंद हो गया. തങ്ങളോടൊപ്പം തന്നെ നുബുവത്തിന്റെ വാതിലും അടയ്ക്കപ്പെട്ടു. क़यामत तक आपके दीन को जारी कर दिया है. ഇനി ഖിയാമത്ത് വരെ നബിതങ്ങളുടെ ദീനാണ് നടക്കുന്നത്. और जिंदगी के तमाम शोबों के लिए आपका दीन नाफिज हुआ है. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനാണ് നടപ്പിൽ വരുന്നത്. खाली इबादत के लिए नहीं है. വെറും ഇബാദത്തിൽ മാത്രമല്ല, इबादत से तो इब्तिदा होती है. ഇബാദത്തിലെ ഇഖ്തിദാ ഉണ്ടാകുന്നു. ईमान लाने के बाद सबसे पहले इबादत आती है. ഈമാന് ശേഷം ആദ്യമായിട്ട് ഇബാദത്ത് വരും. और हुक्मों में भी ईमान के बाद पहले नमाज आई है. പിന്നെ ഇബാദത്തുകളിൽ ആദ്യം നമസ്കാരം വരും. ऐसे जिंदगी के तमाम शोबों में आपका इत्तिबा जरूरी है. അതുപോലെ തന്നെ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും നബിതങ്ങളെ പിന്തുടരൽ നിർബന്ധമാണ്. नमाज भी आपके तरीके पर काबिल कबूल है. നമസ്കാരവും നബിതങ്ങളുടെ രീതിയിലായിരിക്കും സ്വീകാര്യമാകുക. तिजारत भी आपके तरीके पर काबिल कबूल है. ഇതുപോലെ തന്നെ കച്ചവടവും നബിതങ്ങളുടെ മാർഗത്തിലൂടെയാണ് കബൂലാകുന്നത്. आपके तरीके के खिलाफ होगी तिजारत कि जिसमें आपके तरीके की मुखालफत हो रही है, तो ऐसी तिजारत भी काबिल कबूल नहीं होगी. ഇനി കച്ചവടം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം വിട്ടുകൊണ്ട് അതിനെതിരായ ഒരു മാർഗത്തിലൂടെയാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ ആ കച്ചവടവും സ്വീകാര്യമാകില്ല. ऐसे जितने शोबे हैं जिंदगी के, ജീവിതത്തിൽ ഒരുപാട് മേഖലകളുണ്ട്. और इंसानियत कामयाब उसी वक्त हो सकती है कि जिंदगी के तमाम शोबों में आप वाले मुबारक तरीकों को दाखिल किया जाए. മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിലെ സർവ്വ മേഖലകളിലും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുക എന്നത് നിർബന്ധമാണ്. जिंदगी के शोबों में जब आपके तरीकों को दाखिल किया गया तो पूरी दुनिया में अमन कायम हो गया. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യ എല്ലാ മേഖലകളിലും നടപ്പിൽ വരുത്തിയപ്പോൾ ലോകത്ത് മുഴുവനും വിജയമുണ്ടായി. हजरत खुलफाए राशिदीन रिज़वानुल्लाहि तआला अलैहिम अजमईन ने यही किया. ഖുലഫാए റാഷിദീൻ ഇതാണ് ചെയ്തത്. हज़रत अबू बकर रज़ियल्लाहु तआला अन्हु ने आपके बाद यही किया कि आपके तरीकों पर साबित कदम रहे. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത് ഇത് തന്നെയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം അവലംബിച്ചു. और लोगों को भी आपके तरीके पर साबित कदम रखा. ജനങ്ങളെയും തങ്ങളുടെ മാർഗത്തിൽ തന്നെ പിടിച്ചു നിർത്തി. तो दुनिया में धीरे धीरे अमन कायम होना शुरू हो. അങ്ങനെ ദുനിയാവിൽ എന്ത് ചെയ്തു? ലോകത്ത് മുഴുവനും സമാധാനമുണ്ടായി. और लोगों को एक बेहतरीन जिंदगी मिलना शुरू हो गई. ജനങ്ങൾക്ക് നല്ല ജീവിതം കിട്ടി. जिसकी तरफ लोग रागिब हुए. ജനങ്ങൾ അതിലേക്ക് താല്പര്യം ഉണ്ടാകുന്നവരായി മാറി. आपके तरीकों को और आपके दीन को झूठ बोल के नहीं फैलाया गया. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തങ്ങളുടെ ദീനിനെ കള്ളം പറഞ്ഞല്ല പ്രചരിപ്പിച്ചത്. लोगों को धोखा दे के नहीं फैलाया गया. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടല്ല അത് പ്രചരിപ്പിച്ചത്. या लोगों पर जबरदस्ती नहीं थोपा गया. ജനങ്ങളെ നിർബന്ധിച്ചുകൊണ്ടല്ല അത് പ്രചരിപ്പിച്ചത്. बल्कि लोगों को वो सच्चा दीन बताया गया. ആ ശരിയായ ദീൻ എന്താണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. और अमलन बताया गया. അത് അമലിലൂടെ കാണിച്ചു കൊടുത്തു. हाँ, आपके तरीकों को बताया गया.
തങ്ങളുടെ മാർഗം പറഞ്ഞു കൊടുത്തു. समझाया गया लोगों को ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുത്തു. कि अल्लाह एक है, അള്ളാഹു ഏകനാണ്, इबादत के लायक एक जात है, ഇബാദത്ത് ചെയ്യാൻ ഒറ്റ ഒരുത്തനാണ് അർഹനായത്, वही सब कुछ करता धरता है, എല്ലാം ചെയ്യുന്നവൻ അവൻ മാത്രമാണ്, वही जिंदगी और मौत का मालिक है, മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഉടമസ്ഥനവനാണ്, वही इंसानों की सारी जरूरतों को पूरा करता है. അവനാണ് മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കുന്നത്. लोगों को ये सही बात और सच्ची बात समझाई गई. ഈ ശരിയായ മാർഗം ശരിയായ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. जबरदस्ती मुसलमान नहीं बनाया गया, ആരെയും നിർബന്ധിച്ച് മുസ്ലിം ആക്കിയില്ല. उनके सामने बात पेश की गई. അവരുടെ മുന്നിൽ കാര്യം എന്താണെന്ന് അവതരിപ്പിച്ചു. सही बात है, सच्ची बात है, उसको पेश किया गया, ശരിയായ കാര്യം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. तो लोगों ने इसको कबूल किया. ജനങ്ങൾ അത് സ്വീകരിച്ചു. दुनिया में मुख्तलिफ मिजाज लोग थे, വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുണ്ടായിരുന്നു ദുനിയാവിൽ. मुख्तलिफ तरीकों पर जिंदगी बसर कर रहे थे, വ്യത്യസ്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. लेकिन धीरे 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 सब इस्लाम के साये में आते गए. പതുക്കെ പതുക്കെ ഓരോരുത്തരും ഇസ്ലാമിന്റെ ആ തണലിലേക്ക് വന്നു. एक अल्लाह की इबादत की तरफ आए ഒരു അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി. और हुजूर अलैहिस्सलाम के तरीके बताए गए, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം പറഞ്ഞു കൊടുത്തു. जिंदगी के तमाम शोबों में बताए गए. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തങ്ങളുടെ മാർഗം പറഞ്ഞു കൊടുത്തു. खाली मस्जिद में नहीं, बाजार में भी तरीका बताया गया, പള്ളിയിൽ മാത്രമല്ല മാർക്കറ്റിലും തങ്ങളുടെ മാർഗം പഠിപ്പിച്ചു. और घरेलू जिंदगी में भी आपके तरीके बताए गए कि रहने सहने का ये तरीका है. വീട്ടിലുണ്ടാകുന്ന മനുഷ്യന്റെ വീട്ടിലെ കാര്യം, വീട്ടിന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും പഠിപ്പിച്ചു കൊടുത്തു. इस्लाम में जिना नहीं है, इस्लाम में निकाह है. ഇസ്ലാമിൽ വ്യഭിചാരമില്ല, ഇസ്ലാമിൽ നിക്കാഹാണ് പഠിപ്പിച്ചു കൊടുത്തു. इस्लाम में हया है, ഇസ്ലാമിൽ ലജ്ജയാണ്, इस्लाम में सच्चाई है, ഇസ്ലാമിൽ സത്യസന്ധതയാണ്, इस्लाम में अमानतदारी है, ഇസ്ലാമിലെ അമാനത്ത് വാഗ്ദത്വ പൂർത്തീകരണമുണ്ട്, दयानतदारी है, അതുപോലെ തന്നെ दयानतदारी है. ദിയാനത്കാരിയുണ്ട്, ഇസ്ലാമിൽ അനുസരണയുണ്ട്, ദീനനുസരിച്ചുള്ള ജീവിതമുണ്ട്. ऐसे ही बताया गया कि इस्लाम में इंसाफ है, जुल्म नहीं. ചുരുക്കത്തിൽ ദീനിനകത്ത് നീതിയാണ്, ദുൽമില്ല. और इस्लाम में एहसान है, അതുപോലെ തന്നെ ഇസ്ലാമില് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലാണ്. ये बातें बताई गई, समझाई गई. ഇതെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കിച്ചു കൊടുത്തു. और जिन लोगों ने हुजूर अलैहिस्सलातु वस्सलाम के दीन को कबूल किया था, उन्होंने खुद इन चीजों पर अपने आप को साबित कदम रखा. പിന്നെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് തങ്ങളുടെ ദീൻ സ്വീകരിച്ചപ്പോൾ അവരെല്ലാവരും ഇതിൽ ഉറച്ചു നിന്നു. तो फिर चूंकि ये इंसानों की फितरत के मुताबिक ये चीज है, കാരണം ഇത് മനുഷ്യന്റെ പ്രകൃതിക്കിണങ്ങിയ മതമാണ്. हदीस पाक में है आप अलैहिस्सलाम ने फरमाया कुल्लु मौलूद यूलदु अलल फितरा, कि हर नौ मौलूद यानी हर पैदा होने वाला फितरत इस्लाम पर पैदा होता है. ഹദീസിൽ കാണാൻ കഴിയും കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഇസ്ലാമിന്റെ ഫിത്രത്തിലാണ്, ഇസ്ലാമിന്റെ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. उनको उनकी फितरत बताई गई. അപ്പൊ അവരുടെ പ്രകൃതി, മനുഷ്യന്റെ പ്രകൃതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. जैसे हर आदमी अपनी हाजतों को जानता है, आदमी अपनी हाजतों को जानता है, മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. कि उसको पानी पिलाया जाए तो पिएगा वो, വെള്ളം കൊടുക്കുമ്പോൾ അവൻ കുടിക്കും. और कोई कड़वी चीज पिलाई जाएगी तो पिएगा वो, അവൻ ഇച്ചിരി കൈപ്പുള്ള സാധനമാണെങ്കിൽ അവൻ കുടിക്കുവോ? चाहे छोटा बच्चा क्यों ना हो, चाहे छोटा बच्चा क्यों, എത്ര ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും കുടിക്കില്ല, कि वो भी नहीं पिएगा उसको. അവൻ കുടിക്കില്ല. ऐसे एक तरफ सही है, एक तरफ गलत है. അതുപോലെ തന്നെ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. एक तरफ जिंदगी गुजारने का सही तरीका है जो आप लेकर आए, और एक तरफ जिंदगी गुजारने का गलत तरीका है. ഒരു ഭാഗത്ത് ജീവിതം നമ്മളെ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള നല്ല ഒരു വഴി, നല്ലൊരു മാർഗം, മറ്റൊരു ഭാഗത്ത് മോശമായ മാർഗം. फितरत इंसान ये है कि वो सही की तरफ जाएगा. മനുഷ്യന്റെ പ്രകൃതി എന്താണ്? ആ ശരിയായ മാർഗത്തിലേക്ക് പോകും. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. यही बात आपने फरमाया कि ഇത് തന്നെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. हर पैदा होने वाला फितरत पर पैदा होता है. അതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞ് അവന്റെ ശരിയായ പ്രകൃതിയിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. फिर उसके माँ बाप उसकी तरबियत करते हैं, പിന്നെ മാതാപിതാക്കൾ അവനെ എന്ത് ചെയ്യും? പരിചരിക്കും. तो वो उसको यहूदी बना दे, नसरानी बना दे, या कुछ भी बना दे. പിന്നെ മാതാപിതാക്കൾ അവനെ പരിചരിച്ച് ചിലപ്പോൾ യഹൂദിയാക്കും, ചിലപ്പോൾ നസറാനിയാക്കും. അത് മാതാപിതാക്കൾ ചെയ്യുന്നതാണ്. तो हजरत साहब इकराम रिजवानुल्लाहि तआला अलैहिम अजमईन ने आप अलैहिस्सलातु वस्सलाम के मुबारक तरीकों को लिया. സഹാബാക്കൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ മാർഗം അവർ സ്വീകരിച്ചു. और अपनी जिंदगी के शोबों में उसको दाखिल किया. ദീനിന്റെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവർ ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം അവലംബിച്ചു. और उस मुताबिक जिंदगी गुजारना शुरू किया. അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തുടങ്ങി. आपके तरीके पर उन्होंने इबादत की.
ആ തങ്ങളുടെ മാർഗം അനുസരിച്ച് അവർ ഇബാദത്ത് ചെയ്തു और इबादत में कमाल हासिल किया അങ്ങനെ ഇബാദത്തിൽ അവർ പൂർണ്ണത കൈവരിച്ചു और इबादत के रास्ते से अल्लाह तक पहुंच गए वो ഇബാദത്തിന്റെ മാർഗത്തിലൂടെ അവർ അല്ലാഹുവിലേക്ക് എത്തി और अल्लाह के कुर्ब में कमाल पैदा किया उन्होंने അല്ലാഹുവിന്റെ സാന്നിധ്യം അല്ലാഹുവിന്റെ ഖുർബിലൂടെ ആ ഖുർബിൽ അവർ പൂർണ്ണത കൈവരിച്ചു ऐसे दीगर जितने जिंदगी के शोबे हैं उसमें कमाल हासिल किया ഇതുപോലെ ജീവിതത്തിന്റെ എന്തെല്ലാം മേഖലയുണ്ടോ അതിലെല്ലാം അവർ പൂർണ്ണത കൈവരിച്ചവരായി और हर आदमी नमूना बन गया ഓരോരുത്തരും ഒരു നമൂനയായി ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയായി बाद वालों के लिए वो उसवा बन गया ബാക്കിയുള്ളവർക്ക് വേണ്ടി മാതൃകയായി മാറിയവര് ये बुनियादी चीज है आप सल्लल्लाहु अलैहि वसल्लम के तरीके की ഇതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയുടെ അടിസ്ഥാനം ये जो तबलीग का मुबारक काम है इससे यही चाहा जा रहा है ഈ നമ്മുടെ ഈ മുബാറക്കായ തബ്ലീഗിന്റെ ഈ പരിശ്രമത്തിൽ നിന്ന് ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതാണ് നമ്മൾ തേടുന്നത് हर आदमी ईमान में नमूना बने ഓരോ വ്യക്തികളും ഈമാനിൽ മാതൃകയാകണം और हर आदमी अपने अमल के एतबार से नमूना बने ഓരോരുത്തരും സ്വന്തം അമലിന്റെ വിഷയത്തിൽ മാതൃകയാകണം इबादत के एतबार से नमूना बने ഇബാദത്തിന്റെ വിഷയത്തിൽ അവൻ മാതൃകയാകണം अखलाक के एतबार से नमूना बने സ്വഭാവത്തിന്റെ വിഷയത്തിൽ അവൻ മാതൃകയാകണം ऐसे आदमी अपने दीगर शोबों में है ताजिर अपनी तिजारत में काश्तकार अपनी काश्तकारी में मुलाजिम अपनी मुलाजमत में अपनी अमानतदारी दयानतदारी में नमूना बने वो ഇതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ ഏതെല്ലാം മേഖലയിൽ കച്ചവടക്കാരൻ കച്ചവടത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന്റെ ജോലിയിലാണെങ്കിലും കൃഷിക്കാരൻ തന്റെ കൃഷിയിലാണെങ്കിലും എല്ലാത്തിലും വിശ്വസ്തനായി മാറണം तो इन कामों में कशिश है ഈ കാര്യങ്ങളിലെല്ലാം ജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് താല്പര്യം കാണിക്കുന്ന വസ്തുതകളുണ്ട് ജനങ്ങളെല്ലാവരും ആകർഷകനാകുന്ന വസ്തുക്കളുണ്ട് जब दीन का यह इल्म जो है अपने अमल के साथ वजूद में आएगा तो लोग इसकी तरफ खींचे आएंगे അപ്പൊ ഈ ദീനിന്റെ ഈ കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ ഈ വിശ്വസ്തതയൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ അതിലേക്ക് താല്പര്യരായി ജനങ്ങളെ അതിലേക്ക് വലിച്ചെടുക്കും इसलिए कि ये फितरी तकाजे हैं കാരണം ഇത് മനുഷ്യന്റെ പ്രകൃതിപരമായ കാര്യമാണ് इसमें कशिश है അതുകൊണ്ട് ഇതിനകത്തൊരു ആകർഷണതയുണ്ട് जैसे असली मकनातीस हो तो लोहा उसकी तरफ खींचा हुआ आता है ഏതുപോലെ കാന്തത്തിനകത്ത് ഇരുമ്പ് എങ്ങനെ ഇരുമ്പിനെ വലിച്ചെടുക്കുന്നു അതുപോലെ ഇതിനകത്തും ഒരു വലിച്ചെടുക്കാനുള്ള ഒരു ശക്തിയുണ്ട് लेकिन मकनातीस असली नहीं है പക്ഷേ കാന്തം എന്ന അസ്ലിയല്ല ഒറിജിനല്ല कमजोर है അത് വളരെ ബലഹീനമായതാ तो उसकी तरफ लोहा नहीं आएगा അതിന്റെ ഭാഗത്തേക്ക് ഇരുമ്പ് വരില്ല क्योंकि उसमें खुद में कमजोरी है कशिश नहीं है उसके अंदर खींचने की ताकत नहीं है അതിന് പവർ ഇല്ല പക്ഷെ ഈ വലിച്ചെടുക്കാനുള്ള കഴിവ് അതിനുണ്ട് ये जो अमाल है उन अमाल में कशिश है പക്ഷെ ഈ അമലുകൾക്ക് എന്തുണ്ട് മറ്റേത് വലിച്ചെടുക്കാനുള്ള ഒരു പവർ ഈ അമലിനുണ്ട് सहाबा दुनिया के मुल्कों में गए സഹാബാക്കൾ ദുനിയാവിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയി उनकी ईमानी कुव्वत का असर हुआ उनके ऊपर അവരുടെ ഈമാനികമായ ആ പവറിന്റെ അസർ ആ സ്ഥലങ്ങളിൽ ഉണ്ടായി और उनके अमाल का असर हुआ लोगों पर അവരുടെ അമലുകളുടെ അസർ അവിടെ ഉണ്ടായി तो इसलिए लोग उनकी तरफ खींचे आए हैं അതുകൊണ്ട് ജനങ്ങളെല്ലാം അവരിലേക്ക് എന്ത് ചെയ്തു ആകർഷണരായി बाज़ लोग उनकी इबादत देखकर मुतासिर हुए ചിലർ അവരുടെ ഇബാദത്തുകൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു ആകർഷണരായി बाज़ लोग उनकी तिजारत देखकर मुतासिर हुए हैं ചിലർ അവരുടെ കച്ചവടം കണ്ടുകൊണ്ട് ആകർഷണരായി बाज़ लोग उनके अखलाक देखकर मुतासिर हुए ചിലർ അവരുടെ സ്വഭാവം കണ്ടുകൊണ്ട് ആകർഷണരായി ऐसे उनकी जिंदगी के मुख्तलिफ गोशों को देखा लोगों ने അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകൾ ജനങ്ങൾ നോക്കി और उनसे मुतासिर हुए അതിൽ അവർ ആകർഷണരായി और उस सही चीज को उन सही तरीकों को लोगों ने कबूल किया ആ ശരിയായ മാർഗം അത് ജനങ്ങൾ അവലംബിച്ചു അത് സ്വീകരിച്ചു आज दुनिया भर में जितने मुसलमान नजर आ रहे हैं तो वो इब्तिदा उनकी मेहनत के असरात है ഇന്ന് ദുനിയാവിൽ എത്ര മുസ്ലിമീങ്ങളെ നമ്മൾ കാണുന്നു അതെല്ലാം അവരുടെ ആ പരിശ്രമത്തിന്റെ कि പേരിലാണ് वो दुनिया में नमूने बनकर गए അവര് ദുനിയാവിൽ മാതൃകയായിട്ടാണ് പോയത് हाँ और जो जजीरतुल अरब से बाहर गए അവര് ആ അറബിക്ക് തന്നെ ജസീറയിൽ നിന്നും അതിൽ ആ ദ്വീപിൽ നിന്നും അവർ വെളിയിലേക്ക് പോയി उधर यूरोप तक गए യൂറോപ്പിൽ പോയി अफ्रीका तक गए ആഫ്രിക്കയിൽ പോയി हिंदुस्तान तक आए ഇന്ത്യയിലേക്ക് വന്നു और उन्होंने अपना अच्छा असर छोड़ा അവിടെ എല്ലാം നല്ല ഗുണങ്ങൾ അവർ വിട്ടിട്ടാണ് പോയത് वही इस्लाम है അത് തന്നെയാണ് ഇസ്ലാം वही आपके तरीके हैं അതാണ് നബി തങ്ങളുടെ മാർഗവും और उसी पर नजात और कामयाबी का दारो मदार है क़यामत तक आने वाले इंसानों की ഇതിലാണ് വിജയവും ആ വിജയത്തിന്റെ അടിസ്ഥാനം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ജനങ്ങൾക്ക് वो कदीम जमाने में भी और आज 21वीं सदी में भी ആ പഴയ കാലഘട്ടത്തിലാണെങ്കിലും ഇന്ന് 21ാം നൂറ്റാണ്ടിലാണെങ്കിലും അത് തന്നെ जमाना बदलता रहेगा കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും लेकिन कामयाबी
का तरीका एक ही रहेगा। പക്ഷേ വിജയത്തിന്റെ മാർഗം അതൊന്നായിരിക്കും. ये फैसला अल्लाह का है। ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. इस फैसले को कोई नहीं बदल सकता। ഈ തീരുമാനത്തെ ആർക്കും മാറ്റാൻ കഴിയില്ല. न कोई इंसान बदल सकता है, न कोई जिन बदल सकता है। ഒരു മനുഷ്യനോ ഒരു ജിന്നിനോ ഈ തീരുമാനം മാറ്റാൻ കഴിയില്ല. दुनिया चूंकि आजमाइश की जगह है, इसलिए आजमाइश के तरीके बदलते रहेंगे। ദുനിയാവ് പരീക്ഷണത്തിന്റെ സ്ഥലമാണ്, അതുകൊണ്ട് പരീക്ഷണത്തിന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. और ज़ेबो ज़ीनत की जगह है, इसलिए ज़ेबो ज़ीनत के तरीके बदलते रहेंगे। അലങ്കാരത്തിന്റെ ദുനിയാവ് അലങ്കാരത്തിന്റെ വീടാണ്, അതുകൊണ്ട് അലങ്കാരത്തിന്റെ രീതികളും മാറിക്കൊണ്ടിരിക്കും. लेकिन नजात का तरीका एक ही है। പക്ഷേ രക്ഷപ്പെടാനുള്ള മാർഗം ഒന്നാണ്. वो मुहम्मदुर रसूलुल्लाह, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. इसलिए हमारे जिम्मे है कि हम उस तरीके पर बाकी रहें। നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ആ മാർഗത്തിൽ നിലയുറക്കുക എന്നത്. और उस तरीके में हम तरक्की करें, ये हमारा कमाल है। ആ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക, ഇതാണ് നമ്മുടെ പൂർണ്ണത. दुनिया पर मेहनत करके माल जमा कर लेना, जमीन जागीर जमा कर लेना, या दुनिया की डिग्री कुर्सी ओहदा लेकर उस पर राजी हो जाना, ये ईमान वाले की शान नहीं है। ദുനിയാവിൽ പരിശ്രമിച്ച് ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക, ഒരുപാട് ഭൂമി വാങ്ങിച്ചു കൂട്ടുക, ഇങ്ങനെ ഒരുപാട് സമ്പത്തുകളും ഡിഗ്രികളും കരസ്ഥമാക്കൽ ഒരു ദുനിയാവിൽ ജീവിക്കുന്നവന് പറ്റിയതല്ല. ईमान वाले की शान तो अपने ईमान में कमाल पैदा करना। ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പറ്റിയത് എന്താണ്? അവന്റെ ഈമാനിൽ പൂർണ്ണത എത്തിക്കുക എന്നത്. अपने अमल में कमाल पैदा करना। അവന്റെ അമലിൽ പൂർണ്ണത ഉണ്ടാക്കുക എന്നത്. अपने अखलाक में कमाल पैदा करना। അവന്റെ സ്വഭാവത്തിൽ പരിപൂർണത ഉണ്ടാക്കലാണ്. और इन खूबियों के एतबार से तरक्की करना है जिन खूबियों के साथ अल्लाह ने नबियों को भेजा। നമ്മൾ ഈ ഗുണങ്ങളുണ്ട്, ഈ ഗുണങ്ങളിലൂടെ നമ്മൾ ഉയരണം. ഏത് ഗുണങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ ഏത് ഗുണങ്ങളുമായിട്ടാണോ അയച്ചത്, ആ ഗുണങ്ങൾ നമ്മൾ അവലംബിച്ച് ആ ഗുണങ്ങൾ കൊണ്ട് നമ്മൾ ഉയരണം. और जिन खूबियों के साथ अल्लाह ताला ने सहाबा को भेजा, ഈ ഏതൊരു ഗുണങ്ങൾ കൊണ്ടാണോ സഹാബാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്, उनके अंदर वो कमालात और खूबियां पैदा की। അവരുടെ ഉള്ളിലും ആ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല. और क़यामत तक अल्लाह ताला ने उस दरवाजे को खोल दिया है। वल्लज़ीन इत्तबऊहुम बिइहसान റളിയല്ലാഹു അൻഹും വറദു അൻഹു. അതിനുശേഷം ആ വാതില് ഖിയാമത്ത് നാൾ വരെയും തുറന്നിട്ടേക്കാണ്. സഹാബാക്കൾ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മ കൊണ്ട് ആ സഹാബാക്കളെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്നതാണ്. कि जो भी उस रास्ते पर चलेगा अल्लाह उससे राजी हो जाएगा। ആര് ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നും തൃപ്തിപ്പെടുന്നവനാണ്. तो इस वक्त हमारे पास मौका है അതുകൊണ്ട് നമുക്ക് അവസരമുണ്ട്. कि वो रास्ता खुला हुआ है। ആ വഴി ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. नबियों वाला रास्ता है, सहाबा वाला रास्ता है, സഹാബാക്കളുടെയും നബിമാരുടെ ആ മാർഗം ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. सालिहीन वाला रास्ता है, സാലിഹീങ്ങളുടെ ആ മാർഗം. कि उस रास्ते पर आ जावे ആ വഴിയിലേക്ക് നമ്മൾ വരണം. और उन खूबियों में कमालात में हम भी तरक्की करें जिन खूबियों और कमालात में उन्होंने तरक्की की। ഏത് സ്വഭാവത്തിലും ഗുണത്തിലുമാണോ ആ സഹാബാക്കൾ ഉയരങ്ങളിലേക്ക് എത്തിയത്, അതേ സ്വഭാവത്തിലും ഗുണത്തിലും നമ്മൾക്കും ഉയരങ്ങളിലേക്ക് എത്തണം. और उसके लिए रोजाना मेहनत करें। അതിനുവേണ്ടി ഡെയിലി നമ്മൾ പരിശ്രമിക്കണം. ये सिर्फ चिल्ला लगा लेना या 3 दिन नहीं, बल्कि रोजाना की एक मेहनत है कि इस रास्ते पर मेहनत करके आदमी रोजाना इन खूबियों में कमालात में तरक्की करे। 40 ദിവസമോ 3 ദിവസമോ പരിശ്രമിച്ചുകൊണ്ട് നിർത്താനുള്ളതല്ല അത്, മറിച്ച് നിരന്തരം ഡെയിലി നമ്മൾ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. और अपने आप को ऐसा बंदा बनाने की कोशिश करे जैसा बंदा अल्लाह देखना चाहता है। നമ്മൾ അല്ലാഹു എങ്ങനെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു, ഏത് സ്വഭാവത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഒരു മനുഷ്യനാകാൻ പരിശ്രമിക്കണം. अल्लाह ताला वो बंदा देखना चाहते हैं जिस पर अल्लाह ताला ने हुजूर सल्लल्लाहु अलैहि वसल्लम को मबऊस किया। അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ ഏതൊരു ഗുണങ്ങൾ കൊണ്ടാണോ അയച്ചത് അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു മനുഷ്യനെ അല്ലാഹു കാണാനാണ് ആഗ്രഹിക്കുന്നത്. और फिर मुख्तलिफ जगहों पर उन बंदों की सिफतें बयान की है। വ്യത്യസ്തമായ സ്ഥലത്ത് ആ മനുഷ്യരുടെ അല്ലാഹുവിന്റെ ആ ദാസന്മാരുടെ ഗുണങ്ങൾ അല്ലാഹു വിവരിക്കുന്നുണ്ട്. अल्लाह ताला ने इरशाद फरमाया क़द अफ़लहल मुमिनून अल्लज़ीना हुम फ़ी सलातिहिम ख़ाशिऊन, कि कामयाब हो गए वो ईमान वाले जो अपनी नमाजों में खुशू करने वाले हैं। അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആരാണ്? അവരവരുടെ നമസ്കാരത്തിൽ അല്ലാഹുവിനെ ഭയഭക്തി ഉള്ളവരാണ്. वो निशानी बताई अल्लाह ताला ने ആ അടയാളം അല്ലാഹു പറഞ്ഞു. कामयाब ईमान वालों की, വിജയകരമായ മുഅ്മിനീങ്ങളുടെ അടയാളം അല്ലാഹു പറഞ്ഞു कि वो नमाज में खुशू करने वाले हैं। വിജയികളായ മുഅ്മിനീങ്ങൾ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. यानी ध्यान के साथ खुशू के साथ नमाज पढ़ते हैं। ശ്രദ്ധയോടുകൂടെ അതുപോലെ തന്നെ വളരെ വിനയത്തോടുകൂടെ നമസ്കരിക്കുന്നു. वो नमाज का खुशू जो है वो मेहनत से आता है। जी
मेहनत से आता है ഈ നമസ്കാരത്തിന്റെ ഖുശൂ പരിശ്രമത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. आदमी नमाज पर मेहनत करे तो उसके अंदर खुशू पैदा होता है. നമസ്കാരത്തിൽ ഈ മനുഷ്യൻ പരിശ്രമിക്കുമ്പോൾ അതിനകത്ത് അവൻ എന്തുണ്ടാവും? ഖുശൂ ഉണ്ടാകും. किसी भी चीज में कोई कमाल खूबी पैदा करने के लिए मेहनत होती है. ഏതൊരു കാര്യത്തിലും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനകത്തൊരു പരിശ്രമം നമുക്ക് വേണം. कोई मामूली चीज भी बगैर मेहनत के अपना कमाल नहीं बताती है. ഒരു കാര്യത്തിലും പരിശ്രമമില്ലാതെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിന് പൂർണ്ണത ഉണ്ടാവില്ല. तो इतनी बड़ी चीज है, अहम तरीन इबादत है. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഇബാദത്ത് നമസ്കാരം. अपने उसके अंदर कमाल पैदा करने लिए कितनी मेहनत करनी पड़ेगी. അപ്പൊ അതിനകത്ത് പൂർണ്ണത ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിക്കണം? बंदा इसका मुकल्लफ है कि वो इस पर मेहनत करे, മനുഷ്യൻ ഓരോരുത്തരും അതിന് ബാധ്യസ്ഥനാണ് അതിൽ പരിശ്രമിക്കാൻ, कि उसमें आदमी कमाल पैदा करे. അതിൽ അവൻ എന്ത് ചെയ്യണം? പൂർണ്ണത കൈവരിക്കണം. दुनिया के खेल में कमाल पैदा करने के लिए आदमी कई साल तक मेहनत करता है. ദുനിയാവിലൊരു കളി, ആ കളിയിൽ ഒരു പൂർണ്ണത കൈവരിക്കാൻ വർഷങ്ങളോളം അതിന്റെ പുറകിൽ അവൻ പരിശ്രമിക്കുന്നു. तब जाके वो अच्छा खिलाड़ी बनता है. അത് ലാസ്റ്റ് അവൻ എന്ത് ചെയ്യും? നല്ല ഒരു പ്ലെയറായി മാറും. ऐसे अच्छा नमाजी बनने के लिए आदमी को मेहनत करनी है. അതുപോലെ നല്ല ഒരു നമസ്കാരക്കാരനാകണമെങ്കിലും നല്ലതുപോലെ പരിശ്രമം നമുക്ക് ആവശ്യമാണ്. मौलाना यूसुफ साहब रहमतुल्लाह अलैह फरमाते थे कि इनफिरादी तौर पर आदमी लंबी लंबी नफल नमाजें पढ़े और अपनी नमाज पर मेहनत करे. മൗലാന യൂസുഫ് സാബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ആൾക്കാർ ഒറ്റയ്ക്ക് വളരെ സുദീർഘമായ രീതിയിൽ നമസ്കരിച്ച് നഫിൽ നിസ്കാരം നിസ്കരിച്ച് മെഹനത്ത് ചെയ്യണം, പരിശ്രമിക്കണം എന്ന് പറയും. आदमी लंबी लंबी रकातें पढ़ेगा, लंबे रुकू करेगा, लंबे सजदे करेगा, नफल नमाज, तो नमाज के अंदर जान पड़ेगी. വളരെ സുദീർഘമായ രീതിയിലുള്ള നമസ്കാരം, നഫിൽ നിസ്കാരമാണ്, ഫർളല്ല. നഫിൽ നിസ്കാരത്തില് സുദീർഘമായ രീതിയിൽ നിൽക്കുക, റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, അങ്ങനെ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ ഒരു ജീവൻ ഉണ്ടാവും. जितनी नवाफिल की सुन्नतों की कसरत होगी उतनी फर्ज में जान पड़ेगी. അപ്പൊ അങ്ങനെ നമസ്കാരത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നഫിൽ നിസ്കാരം എത്രത്തോളം നമുക്ക് കൂടുന്നുവോ അതനുസരിച്ച് ഫർദ് നമസ്കാരത്തിൽ നമുക്ക് എന്തുണ്ടാവും? ജീവൻ ഉണ്ടാവും. एक मुद्दत तक आदमी मेहनत करता रहेगा, क़याम बनाने पर, रुकू बनाने पर, सजदा बनाने पर, कायदा बनाने पर. एक मुद्दत तक आदमी मेहनत करता रहेगा तो मेहनत करते 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 उस नमाज में कमाल पैदा होगा. ഒരു നീണ്ട കാലം മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. നിസ്കാരത്തിൽ നിന്നുകൊണ്ടും നീണ്ട റുക്കൂ ചെയ്തുകൊണ്ടും നീണ്ട സുജൂദ് ചെയ്തുകൊണ്ടും നല്ല ഒരു ദീർഘമായ കാലം ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് ലാസ്റ്റ് അവന് നമസ്കാരത്തിൽ ആ പൂർണ്ണത അവന് കൈവരിക്കാൻ. और फिर आदमी आयत का मिस्ताक बनेगा, वो अल्लज़ीना हुम फी सलातिहिम खाशिऊन. അങ്ങനെയാണ് ആയത്തിൽ പറഞ്ഞ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്ന അവസ്ഥയിലേക്ക് അവനെത്തും. कि ये वो ईमान वाला है जो कामयाब हो गया है कि उसकी नमाज में खुशू पैदा हो गया है. അപ്പം ഈ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിയായി, കാരണം അവന്റെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടായി. ये अलामत है इसकी ഇത് അടയാളമാണ്. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുന്നത് വിജയത്തിന്റെ അടയാളമാണ്. कि आदमी का ईमान बना है, മനുഷ്യന്റെ ഈമാൻ അത് പൂർണ്ണമാണെന്നുള്ളതിന്റെ അടയാളം. तो वो नमाज से पता चलता है कि नमाज में खुशू है. അപ്പൊ നമസ്കാരത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയും. अलामतों से पता चलता है അടയാളങ്ങളിലൂടെയാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് മനസ്സിലാകുന്നത്. कि आदमी हाफिज बन गया है. ഇത് ഇയാൾ ഹാഫിളാണ്. उसकी अलामत है कि बगैर देखे पढ़ता है. അതിന്റെ അടയാളമാണ് അയാൾ ഖുർആൻ നോക്കാതെ ഓതും. आदमी आलिम बन गया है, മനുഷ്യൻ ആലിമായി. तो अलामत होती है कि वो इल्म जानता है. അവന് അതിന് അടയാളമുണ്ട്, അയാൾക്ക് കുറച്ച് അറിവുണ്ടാവും, ഇൽമുണ്ട്. कि वो अलामतें होती है उसकी कि आलिम है. എല്ലാത്തിനും അടയാളമുണ്ട്, അവൻ ആലിമാണ് എന്നുള്ളതിനൊരു അടയാളമുണ്ട്. कोई आदमी आलिम नहीं है, खाली आलिमों जैसा कपड़ा पहन ले, कुर्ता पहन ले, पजामा पहन ले और पगड़ी बांध ले, तो वो उसका जाहिर है कि ये बता रहा है, लेकिन वो उससे पता नहीं चलेगा कि आलिम है. उसके इल्म से पता चलेगा कि आलिम है. ഒരാള് നീളമുള്ള ജുബ്ബായും മുണ്ടുമൊക്കെ ഉടുത്ത തലപ്പൊക്കെ കെട്ടി അങ്ങനെ നിന്ന് ആ ഒരു ലാഹിരിയായിട്ട് ബാഹ്യമായ ചില അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാലൊന്നും ഒരാൾ ആലിമാണെന്ന് മനസ്സിലാവില്ല. അയാളുടെ ഉള്ളിൽ ഇൽമുണ്ടോ, ആ ഇൽമാണ് അടയാളം. ആ ഇൽമുണ്ടെങ്കിൽ മനസ്സിലാക്കും അദ്ദേഹം ആലിമാവുന്നു. वो कामयाब ईमान वालों की अलामत है कि नमाज में खुशू पैदा हो गया. അപ്പം വിജയികളായ മുഅ്മിനീങ്ങളുടെ അടയാളമാണ് ഈ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുക എന്ന്. एक तो एक आदमी ने नमाज पढ़ना शुरू कर दिया, नमाज पढ़ता आदमी, ഒരാളിങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി, നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. तो अभी तो इब्तिदा हुई है, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, अभी नमाज सीखी नहीं है. അപ്പൊ നമസ്കാരം പഠിച്ചിട്ടില്ല. या आदमी ने नमाज को सीखा लेकिन उसके जाहिरी अरकान ठीक हुए हैं. ഇപ്പൊ പിന്നെ അവൻ പഠിക്കുമ്പോൾ അതിന്റെ ബാഹ്യമായ അർക്കാനുകളും അതിന്റെ ഫർളുകളെല്ലാം ശരിയാകുന്നു. क़याम, रुकू, सजदा, कायदा वगैरह ठीक कर लिया. അതിന്റെ ഖിയാമും റുക്കുവും സുജൂദും അത്തഹിയാത്തിലുള്ള ഇരുത്തും എല്ലാം ശരിയാക്കി.
फिर उसके अंदर खुशू आएगा। പിന്നെ അതിനുശേഷം അതിൽ ഖുശൂ ഉണ്ടാകും. जाहिर बना है, अब उस नमाज का बातिन बनेगा। ആദ്യം ബാഹ്യമായ കാര്യങ്ങളെല്ലാം ശരിയാകും, പിന്നെ അതിനകത്ത് അതിന്റെ ആന്തരികമായ ഗുണങ്ങൾ ഉണ്ടാകും. तो वो मेहनत है आगे की। अब അത് ആ ഒരു പരിശ്രമം, ബാക്കി മുന്നോട്ടുള്ളതിന്റെ പരിശ്രമമാണ് ആദ്യം. हम लोगों ने नमाज पढ़ना शुरू किया, നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി, रुकू सजदों को ठीक किया, റുക്കുവും സജ്ദ എല്ലാം ശരിയാക്കി. अब उसके अंदर जान पैदा करनी, ഇനി അതിനൊരു ജീവൻ വെപ്പിക്കണം നമുക്ക്. वो आगे की मेहनत है। അത് ഇനിയുള്ള പരിശ്രമമാണ്. तो वो फिर जब आगे की मेहनत होकर अंदर खुशू पैदा होगा तो वो ईमान की अलामत पाई गई कि ये नमाज है जो कामयाब कर देगी आदमी को। ഈ പരിശ്രമത്തിലൂടെ, ബാക്കിയുള്ള തുടർന്നുള്ള പരിശ്രമത്തിലൂടെ നമ്മുടെ നമസ്കാരത്തിന് ആ ജീവൻ വെച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഇത് വിജയികളായ മുഅ്മിനീങ്ങളുടെ അടയാളമാണ് ഈ നമസ്കാരം. अल्लाह ताला ने दूसरी तरफ ऐसे लोगों की नमाज का तज़किरा किया है जिनकी नमाज उनको कामयाब नहीं करेगी। അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ നമസ്കാരം അവരെന്താക്കിയിട്ടില്ല, വിജയികളാക്കിയിട്ടില്ല എന്ന്. और उनके बारे में फरमाया इदा क़ामू इला सलाति क़ामू कुसाला युराऊन अन्नास वला यज़कुरून अल्लाह इल्ला क़लीला. അവരെ കുറിച്ച് പറഞ്ഞു ഇദാ ഖാമു ഇല സലാത്തി ഖാമു കുസാല, അവര് നമസ്കാരത്തിൽ നിൽക്കുകയാണ് എങ്കിൽ മടിയന്മാരായിട്ട് നിൽക്കുന്നു. യുറാഊന അന്നാസ്, ജനങ്ങളെ എന്ത് ചെയ്യുന്നു, കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവർക്കില്ല, വളരെ കുറവാണ് അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയും. तो एक नमाज वो है, एक नमाज ये है. ഒരു നമസ്കാരം അതാണ്, ഒരു നമസ്കാരം ഇതാണ്. ये नमाज कामयाब करेगी ഈ നമസ്കാരം അവനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. कि जो खुशू खुजू के साथ है ഇത് കാരണം എന്താണ്, ഇത് ഖുശൂവോടുകൂടിയുള്ള നിസ്കാരമാണ്. और अल्लाह की इबादत के शौक के साथ है. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യത്തോടെയുള്ള നിസ്കാരമാണിത്. और नमाज उसके हक के साथ. കാരണം നമസ്കാരം അത് പൂർണ്ണമായി നിർവഹിക്കേണ്ടതുപോലെയാണ് അത് നിർവഹിച്ചിരിക്കുന്നത്. तो इस वक्त हमारे पास दुनिया में मौका है कि इन खूबियों में कमालात पैदा करें. ഇപ്പൊ നമുക്ക് കിട്ടുന്ന അവസരം എന്താണ്, ദുനിയാവിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണത നമ്മൾ കൈവരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ऐसे और अलामतें हैं ईमान की. ഇനിയും ഒരുപാട് അലാമത്തുകൾ ഈമാനുണ്ട്, ഒരുപാട് അടയാളങ്ങളുണ്ട്. ये तो एक शुरुआत है. ഇത് തുടക്കമാണ്. ये तबलीग का काम मामूली काम नहीं है ഈ തബ്ലീഗിന്റെ പരിശ്രമം നിസ്സാരമായ ഒരു പരിശ്രമമല്ല. कि आदमी को कमाल दर्जे का मोमिन बनाने का काम है. മനുഷ്യനെ പരിപൂർണമായ മുഅ്മിനാക്കാനുള്ള പരിശ്രമമാണ്. हाँ, आला दर्जे की जन्नत हासिल करने का शौक पैदा करने का काम है. ഏറ്റവും ഉയർന്ന സ്വർഗം കരസ്ഥമാക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് ഈ അമൽ. अच्छी से अच्छी आखिरत बनाने की मेहनत है. ഏറ്റവും നല്ല ആഖിറത്ത് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ്. लेकिन ये उस वक्त होगा जब हमारे सामने हमारा मकसद होगा. എപ്പോഴാ ഇത് കിട്ടുന്നത്, നമ്മുടെ മുന്നിൽ നമ്മുടെ ലക്ഷ്യം ഉണ്ടാകണം. जब मकसद सामने होगा तो फिर नीयत भी साफ होगी. ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ നിയത്ത് ക്ലിയർ ആകും. और फिर उस एतबार से मेहनत होगी. അതനുസരിച്ച് നമ്മുടെ പരിശ്രമം ഉണ്ടാകും. कि अब आदमी ईमान पर मेहनत करके ईमान में कमाल पैदा करेगा. ഈമാനിൽ പരിശ്രമിച്ച് ഈമാനിൽ അവൻ പൂർണ്ണതയുണ്ടാക്കിയെടുക്കും. इबादत पर मेहनत करके इबादत में आदमी कमाल पैदा करेगा. ഇബാദത്തിൽ പരിശ്രമം ചെയ്ത് ഇബാദത്തിൽ അവൻ പൂർണ്ണതയുണ്ടാക്കിയെടുക്കും. इल्म पर मेहनत करके आदमी इल्म हासिल करेगा. ഇൽമ പരിശ്രമിച്ച് ഇൽമിലും അവൻ പരിശ്രമം നടത്തി ഇൽമ കരസ്ഥമാക്കും. और इल्म में कमाल पैदा करेगा. ഇൽമിലും പൂർണ്ണത അവൻ കൈവരിക്കും. ऐसे ही अखलाक पर मेहनत करके आदमी अपने अखलाक के ऊंचे दर्जे पर जाएगा. ഇതുപോലെ തന്നെ സ്വഭാവത്തിൽ മനുഷ്യൻ പരിശ്രമം നടത്തി അവന്റെ സ്വഭാവം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കും. मामूली दर्जे पर राजी नहीं होगा, ചെറിയ നിസ്സാരമായ ഒരു ഗുണത്തിലൊന്നും അവൻ തൃപ്തപ്പെടുകയില്ല. बल्कि अखलाक के मामले में आदमी कोशिश करेगा और ऊपर जावे, ആ സ്വഭാവത്തിന്റെ വിഷയത്തിൽ അവൻ പരിശ്രമിച്ച് ഏറ്റവും ഉയർന്ന ദർജയിലേക്ക് എത്തണം, और ऊपर जावे, വീണ്ടും ഉയരത്തിലേക്ക് എത്തണം. जहां आप सल्लल्लाहु अलैहि वसल्लम को अल्लाह ताला ने पहुंचाया. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു എത്തിച്ച ആ അവസ്ഥയിലേക്ക്. और आपसे फरमाया इन्नका लअला खुलुक़िन अज़ीम, क्या आप अखलाक के बुलंद मर्तबे पर है. ഇത്രത്തോളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ സ്വഭാവത്തിന്റെ ഏറ്റവും അത്യുന്നത സ്ഥാനത്താണുള്ളത്. तो आप सल्लल्लाहु अलैहि वसल्लम वाले उन अखलाक तक पहुंचने की कोशिश करेंगे. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലേക്ക് എത്താനുള്ള പരിശ്രമം നമ്മൾ ചെയ്യണം. खानदानी लेवल पर राजी नहीं हो जाएंगे हम, കുടുംബപരമായ ആ ഒരു അവസ്ഥയിൽ നമ്മൾ തൃപ്തരാകരുത്. बल्कि कोशिश करेंगे हुजूर सल्लल्लाहु अलैहि वसल्लम वाले अखलाक तक पहुंचे. നബി തങ്ങളുടെ ആ ഒരു ഗുണത്തിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കണം. आपके अखलाक क्या थे? തങ്ങളുടെ ആ സ്വഭാവം എന്തായിരുന്നു? आयशा रज़ियल्लाहु अन्हा फरमाती हैं कि आपने अपने जाती मामलात में जिंदगी पर किसी से बदला नहीं लिया. ആയിഷ റളിയല്ലാഹു തആല അൻഹ അരുളുകയുണ്ടായി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ആവശ്യത്തിന്
സ്വന്തം വ്യക്തിപരമായ ആവശ്യത്തിന് ആരോട് നബി തങ്ങൾ പ്രതികാരം ചെയ്തിരുന്നു. आपने गाली देने वालों को कभी गाली नहीं दी. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസഭ്യം പറയുന്നവരെ നബി തങ്ങൾ അസഭ്യം പറഞ്ഞിരുന്നില്ല. बुरा भला कहने वालों को कभी बुरा भला नहीं कहा. മോശത്തരം പറയുന്നവരെയൊക്കെ നബി തങ്ങൾ അങ്ങോട്ട് മോശത്തരം പറഞ്ഞിരുന്നില്ല. और आपको परेशान करने वालों को आपने कभी परेशान नहीं किया. നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ചവരെ നബി തങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. बल्कि जो लोग आपकी जान के दर पे थे उनके लिए हिदायत की दुआ की. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവന്റെ പുറകെ ഉണ്ടായിരുന്ന തങ്ങളെ വധിക്കാൻ തീരുമാനിച്ചിരുന്ന ആൾക്കാർക്ക് വേണ്ടി പോലും ഹിദായത്തിന് വേണ്ടിയാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. ओहद के मौके का ये मशहूर किस्सा है कि आप सल्लल्लाहु अलैहि वसल्लम शदीद जख्मी हो गए. ഉഹദിന്റെ സമയത്തുണ്ടായ ഒരു സംഭവമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ലതുപോലെ മുറിവേൽക്കുകയുണ്ടായി. आपके दांत शहीद हो गए. നബി തങ്ങളുടെ പല്ല് ഷഹീദായി. आपके सर पर चोट आ गई. അതുപോലെ തന്നെ തലയിൽ നല്ലതുപോലെ മുറിവേറ്റു. और आप गिरकर बेहोश हो गए. जी गिरकर बेहोश हो नबी तंगल सल्लल्लाहु अलैहि वसल्लम വീണ് ബോധരഹിതരായി. जब आपको होश आया तो लोगों ने कहा रसूल अल्लाह आप कुरैश के लिए बद्दुआ कर दें. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം വന്നപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബിയെ ഖുറൈശികൾക്ക് വേണ്ടി നബിയെ ബദ്ദുആ ചെയ്യ്, അവരെ പിറകുക ബദ്ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. तो आप अलैहिस्सलातु वस्सलाम ने हाथ उठाए और उस वक्त फरमाया अल्लाहुम्मा हदी क़ौमी इन्नहुम ला यअलमून. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കൈ ഉയർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹദി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ എന്റെ സമുദായത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ, അവർ അറിവില്ലാത്തവരാണ്. ऐसे मौके पर भी आप हिदायत की दुआ कर रहे हैं उनके. ഈ സന്ദർഭത്തിൽ നബി തങ്ങൾ ഹിദായത്തിന് വേണ്ടിയാണ് ദുആ ചെയ്തത്. ये आपके आली अखलाक हैं. ഇതാണ് നബി തങ്ങളുടെ ഉയർന്ന ഗുണം. कि लोग आपके साथ बुरा मामला कर रहे हैं लेकिन आप उनके हिदायत के तालिब हैं. നബി തങ്ങളോട് മോശമായിട്ട് ജനങ്ങൾ പെരുമാറുന്നു, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു. और आप ये कह रहे हैं कि ये जहालत की वजह से ऐसा कर रहे हैं. അവസാനം നബി തങ്ങൾ പറയുകയാണ്, അവർ അറിവില്ലായ്മയുടെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറയുകയും ചെയ്യുന്നു. उनकी जहालत के मुकाबले में आप जहालत से जवाब नहीं दे रहे. അവരുടെ അറിവില്ലായ്മയ്ക്ക് നബി തങ്ങൾ അറിവില്ലായ്മ കൊണ്ടല്ല മറുപടി കൊടുത്തത്, बल्कि आप अपने अखलाक से जवाब दे रहे हैं. നബി തങ്ങൾ ഉയർന്ന സ്വഭാവം കൊണ്ട് അവർക്ക് മറുപടി കൊടുത്തു. और उनके लिए हिदायत की दुआ कर रहे हैं. അവർക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തു. तो इस काम में ये चाहा जा रहा है कि हम मेहनत करते हुए अपने अखलाक में उस बुलंद मुकाम पर पहुंचे जिस पर हुजूर सल्लल्लाहु अलैहि वसल्लम थे. ചുരുക്കത്തിൽ ഈ ഒരു പരിശ്രമം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും ഈ ഒരു പരിശ്രമം കൊണ്ട് തേടുന്നത് ഇതാണ്, നമ്മൾ ഈ സ്വഭാവത്തിൽ പരിശ്രമം നടത്തി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉയർന്ന ഗുണങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. इस मेहनत के रास्ते दिन ब दिन हमारी तरक्की होगी. അപ്പൊ ഈ മാർഗത്തിലുള്ള പരിശ്രമം ഓരോ ദിവസം കൂടുന്തോറും നമ്മൾക്ക് എന്ത് ചെയ്യും, ഉയർച്ച ഒന്നുകൊണ്ടേയിരിക്കും. लेकिन बस शर्त यही है कि मेहनत सही रुख के साथ हो. പക്ഷേ നിബന്ധന എന്താണ്? ശരിയായ മാർഗത്തിലായിരിക്കണം നമ്മുടെ പരിശ്രമം ഉണ്ടാകുന്നത്. सही नीयत के साथ हो. ശരിയായ നിയത്തോടു കൂടിയായിരിക്കണം പരിശ്രമം. नीयत भी अच्छी हो, तरीका भी अच्छा हो. നിയത്തും ശരിയായിരിക്കണം, മാർഗവും ശരിയായിരിക്കണം. और काम पूरा हो. അതുപോലെ തന്നെ പരിശ്രമം അത് പൂർണ്ണമായിരിക്കണം. तो जब फिर इसके नतीजे जाहिर होंगे, അതിനുശേഷം അതിന്റെ ഫലങ്ങൾ വെളി വരും. जिंदगियों में तब्दीली आएगी. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. हाँ, हमारी जिंदगी भी बदलेगी और हम जिस माहौल में रहेंगे उस माहौल में लोगों की जिंदगियां बदलेगी. നമ്മുടെ ജീവിതവും മാറും. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ചുറ്റുപാടിലാണോ കഴിയുന്നത് ആ ചുറ്റുപാടിലുള്ളവരുടെ ജീവിതവും മാറാൻ തുടങ്ങും. हम जिस घर में रहेंगे उस घर का माहौल बदल जाएगा. നമ്മൾ താമസിക്കുന്ന വീടിന്റെ മാഹോല് അതിന്റെ ചുറ്റുപാടും മാറാൻ जिस തുടങ്ങും. मोहल्ले में हम इस जिंदगी के साथ रहेंगे उस मोहल्ले की फिजा बदल जाएगी. ഏത് നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ നാട്ടിന്റെ അന്തരീക്ഷം തന്നെ മാറും. जिस बस्ती और शहर में हम इस जिंदगी के साथ रहेंगे उस बस्ती और शहर की फिजा बदल जाएगी. ഏത് പട്ടണത്തിലാണോ ഏത് വലിയൊരു പ്രദേശത്താണോ നമ്മൾ കഴിയുന്നത് ആ പട്ടണത്തിന്റെ മുഴുവൻ പ്രദേശത്തിന്റെയും മാഹോല് തന്നെ മാറും. और अगर उसकी नजीर और मिसाल हमें देखनी है तो खुद हुजूर अलैहिस्सलातु वस्सलाम और सहाबा की जिंदगी इसकी मिसाल है. ഇനി അതിനൊരു ഉദാഹരണം നമുക്ക് കാണണമെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും ജീവിതം നോക്കിയാൽ മതി. आप इस मुबारक जिंदगी के साथ अपने घर में रहे तो सबसे पहले आपके साथ रहने वाली हज़रत खदीजा रज़ियल्लाहु अन्हा ने उस मुबारक जिंदगी को कबूल किया. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉയർന്ന ഗുണങ്ങളുമായിട്ട് ഏതൊരു വീട്ടിലാണോ താമസിച്ച് ആദ്യം ആ വീട്ടിൽ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല ആ ഗുണങ്ങൾ കൈവരിച്ചു. आपके करीबी दोस्तों में है तो अबूबकर थे, जब उनके सामने इसको पेश किया तो उन्होंने कबूल कर लिया. നബി തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഈ കാര്യം പറഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചു. हज़रत अली रज़ियल्लाहु तआला अन्हु बच्चे थे, आपके साथ रहते थे, उनके सामने इसको पेश किया तो उन्होंने कबूल അലി कर लिया. റളിയല്ലാഹു തആല കൊച്ചുകുട്ടിയായിരുന്നു, ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു. ऐसे आपके घर से इसकी शुरुआत हुई. ചുരുക്കത്തിൽ നബി തങ്ങളുടെ വീടിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. और फिर आपके करीबी लोगों ने जब इसको जाना
तो फिर धीरे धीरे उन्होंने कबूल किया। നബി തങ്ങളുടെ അടുത്തുള്ള ആൾക്കാരും തങ്ങളുടെ കൂടെ കൂട്ടുകാരെല്ലാവരും ഇത് കാണുകയും ഇത് സ്വീകരിക്കാനും തുടങ്ങി. आप ये मुबारक जिंदगी लेकर मदीना मुनव्वरा गए तो मदीना पूरी बस्ती के हालात बदल गए। തങ്ങൾ ഈ ജീവിതവുമായിട്ട് മദീനയിലേക്ക് പോയപ്പോൾ മദീന എന്ന നാട് തന്നെ മാറാൻ കാരണമായി. और आपकी इस मुबारक जिंदगी को लेकर सहाबा दुनिया में गए फिर तो दुनिया में मुख्तलिफ कौमें थी, मुख्तलिफ मिजाज, मुख्तलिफ जबानें थी और उनकी मुख्तलिफ दीन थे, उनकी मुख्तलिफ मुआशरतें थी। लेकिन जब ये सही चीज़ लोगों के सामने पेश हुई तो लोगों ने अपना सब कुछ छोड़ के बड़ी बड़ी कुर्बानियां देकर इस्लाम के इस मुबारक तरीके को इख्तियार किया। ശേഷം സഹാബാക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പോയി. അവിടെയുള്ള ജനങ്ങളുടെ സ്വഭാവം വേറെയായിരുന്നു, അവരുടെ കാഴ്ചപ്പാടുകൾ വേറെയായിരുന്നു, അവരുടെ ജീവിത രീതികൾ വേറെയായിരുന്നു. അതെല്ലാം അവർ കളഞ്ഞുകൊണ്ട് ഈ ഗുണങ്ങൾ കണ്ട സഹാബാക്കളെ സ്വീകരിക്കാൻ അവർ തയ്യാറായി. അവരുടെ ജീവിതം ഒരുപാട് ത്യാഗം ചെയ്ത് അവർ ഈ പരിശുദ്ധ ദീൻ സ്വീകരിക്കാൻ തയ്യാറായി. इस मुबारक मेहनत से यही चाहा जा रहा है ഈ മുബാറക്കായ പരിശ്രമത്തിലൂടെയും ഇതാണ് നമ്മൾ कि ആഗ്രഹിക്കുന്നത്. हम खुद इसको सीखते समझते हुए നമ്മളും ഇത് പഠിച്ച് ഇത് മനസ്സിലാക്കി अपनी जिंदगी में इसको दाखिल करते हुए നമ്മുടെ ജീവിതത്തിൽ ഇത് ഉൾക്കൊണ്ട് अपने घर में रहें, നമ്മുടെ വീട്ടിൽ ഇതുണ്ടായി, अपने मोहल्ले में उसी के साथ फिरें, നമ്മുടെ നാട്ടിലും നമ്മൾ ഇതനുസരിച്ച് ചുറ്റിക്കറങ്ങി, अपनी बस्ती में इसी को साथ लेकर जाएं। ഇത് തന്നെ നമ്മുടെ നാട്ടിലെ ഫുള്ള് നമ്മുടെ പട്ടണത്തിലെല്ലാം നമ്മുടെ എല്ലാ പ്രദേശത്തും കൊണ്ട് നടന്നു. ये न हो कि हमारा मस्जिद का दीन अलग हो, कारोबार का दीन अलग हो, मस्जिद का दीन अलग हो, कारोबार का दीन अलग हो। ഈ ഒരിക്കലും പള്ളിയുടെ ദീൻ വേറെ കച്ചവടത്തിന്റെ ദീൻ വേറെ അങ്ങനെയല്ല. ये न हो कि हमारा खुशी का दीन अलग हो, गमी का दीन अलग हो। നമ്മുടെ സന്തോഷത്തിന്റെ ദിവസം ഒന്ന്, ദുഃഖത്തിന്റെ ദിവസം വേറെ. ये न हो कि हम जब चिल्ले 4 महीने में जावे उस वक्त हमारा दीन अलग हो, जब घर रह रहे हो तो अलग हो। അതുപോലെ തന്നെ നമ്മൾ ചില്ലയിലും 4 മാസമൊക്കെ പോകുമ്പോൾ നമ്മുടെ ദീൻ ഒന്ന്, അതുപോലെ തന്നെ അത് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ ദീൻ വേറെ. बल्कि ये एक मश्क और मेहनत है ഇതൊരു പരിശ്രമമാണ്. कि इसे रोजों में, चिल्लों में, 4 महीनों में और मकाम पर मेहनत में इसको सीख कर समझ कर अब हम जहाँ जाएंगे इस दीन के साथ जाएंगे। ഇത് നമ്മൾ ഈ പരിശ്രമം ചില്ലകളിലും 3 ദിവസവും 40 ദിവസവും 4 മാസവും എല്ലാം നമ്മൾ പോയി പരിശ്രമിച്ച് ഇത് ആർജിച്ചെടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ എല്ലാം ഇതെന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഏത് സമയത്തും നമ്മുടെ കയ്യിൽ ഈ ഗുണങ്ങൾ ഉണ്ടാകും. अब इसको सीखा समझाएं तो घर में इसको लेकर जाएंगे। ഇത് പഠിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഇത് കൊണ്ടുപോകണം. अब कारोबार में ये दीन लाकर जाएंगे, ഈ നമ്മുടെ കച്ചവടത്തിലും ഈ ദീൻ ഉണ്ടായിരിക്കണം. अब खुशी में ये दीन लेकर जाएंगे। എല്ലാ സന്തോഷത്തിലും ഈ ദീൻ ഉണ്ടാകണം. कोई गम का मौका होगा तो इस दीन के साथ हम उसमें रहेंगे। എന്തെങ്കിലും ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ദീനോടൊപ്പമായിരിക്കണം. जहाँ होंगे हम इस दीन के साथ हमारी पहचान ये होगी, എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ദീനോടൊപ്പമായിരിക്കണം. നമ്മുടെ ചിഹ്നം അതായി മാറണം. हमारी शनाख्त ये होगी। നമ്മുടെ തിരിച്ചറിവ്, നമ്മളെ തിരിച്ചറിയപ്പെടേണ്ടത് ഈ ദീൻ വെച്ചിട്ടായിരിക്കണം. लोहे वाले, लकड़े वाले, जूते वाले, ये शनाख्त नहीं होगी हमारी। ആൾക്കാർ അങ്ങനെയാണല്ലോ തിരിച്ചറിയപ്പെടുന്നത്. തടി കച്ചവടക്കാരൻ അല്ലെങ്കിൽ കൊല്ലൻ എന്നൊക്കെ പേരിൽ തിരിച്ചറിയപ്പെടും. അങ്ങനെയല്ല നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത്. कि हमारी शनाख्त है कि ईमान वाले हैं, अमल वाले हैं, तकवे वाले हैं, इल्म वाले हैं, सब्र वाले हैं, शुक्र वाले हैं, अखलाक वाले हैं, ये शनाख्त है। നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത് ഈമാനുള്ളയാൾ, അമലുള്ളയാള്, സക്കാത്ത് നോമ്പുള്ളയാള്, ശുക്റുള്ളയാള്, സബറുള്ളയാള്, ഗുണങ്ങൾ കൊണ്ട് നമ്മൾ തിരിച്ചറിയപ്പെടണം. घर में है तो घर वाले कहेंगे कि अखलाक वाले हैं। വീട്ടിലാണെങ്കിൽ വീട്ടുകാർ പറയണം നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. तिजारत में है तो कहेंगे कि ये अमानत वाले हैं, ये सच्चाई वाले हैं। കച്ചവടത്തിലാണെങ്കിൽ ബാക്കിയുള്ളവർ പറയണം ഇയാൾ സത്യസന്ധനാണ്, വിശ്വസ്തനാണെന്ന് പറയണം. खुशी के हालात में है तो ये कहा जाएगा ये शुक्र वाले हैं। സന്തോഷത്തിന്റെ വേളയിൽ ആൾക്കാർ നമ്മളെ കുറിച്ച് പറയണം ഇയാള് ശുക്ർ ചെയ്യുന്ന ആളാണെന്ന്. कोई गम, मुसीबत, तकलीफ में होंगे तो कहा जाएगा ये सब्र वाले हैं। കഷ്ടപ്പാടും വിഷമവുമുള്ള സമയത്ത് പറയണം ഇത് നല്ല ക്ഷമയുള്ള ഒരാളാണെന്ന് പറയണം. जब दुनिया और आखिरत का मुकाबला हो रहा होगा तो कहा जाएगा कि ये जो है आखिरत वाले हैं। ദുനിയാവും ആഖിറത്തും പരസ്പരം മുന്നിൽ വരുമ്പോഴത്തേക്ക് നമ്മളെ കുറിച്ച് പറയണം ഇദ്ദേഹം ആഖിറത്തിന്റെ ആളാന്ന് പറയണം. जो सिफतें थी सहाबा में वही सिफतें है ये, സഹാബാക്കൾ ഉണ്ടായിരുന്ന ആ സിഫത്താണ് ഈ സിഫത്ത്. कि उनको इन सिफतों से याद किया गया। അപ്പൊ അവരെ ഈ സിഫത്ത് വെച്ചുകൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്നത്. अल्लाह ताला ने भी उनका तज़किरा किया इन सिफतों के साथ। ഈ സിഫത്തുകൾ വെച്ചുകൊണ്ടാണ് അള്ളാഹു അവരെ കുറിച്ച് പരാമർശിച്ചത്. इस्लाम वाले, ईमान वाले, ये अल्लाह से डरने वाले, नमाज पढ़ने वाले, कसरत से जिक्र करने वाले, सब्र करने वाले, शुक्र करने वाले, इन सारी सिफतों के साथ अल्लाह ने उनके मर्दों का भी औरतों का भी तज़किरा किया। ആ സഹാബാക്കളെ കുറിച്ച് ഈ സിഫത്ത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇവര് നമസ്കരിക്കുന്നവരാണ്,
ഇവര് സത്യസന്ധരാണ്, ഇവർ ശുക്ർ ചെയ്യുന്നവരാണ്, ഇവർ സബർ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഗുണങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ പുരുഷന്മാരെ കുറിച്ചും അവരുടെ സ്ത്രീകളെ കുറിച്ചും അള്ളാഹു പറഞ്ഞത് ഈ ഗുണങ്ങൾ വെച്ചുകൊണ്ടാണ്. तो इस नियत के साथ ये काम करना है അപ്പൊ ഈ നിയത്തോടുകൂടെ നമ്മൾ ഈ പരിശ്രമം ചെയ്യണം. और अपने ऊपर मेहनत करनी है. സ്വന്തം നമ്മളിൽ തന്നെ നമ്മൾ ആദ്യം और പരിശ്രമിക്കണം. अपने ऊपर मेहनत करते हुए दूसरों को इसकी दरखास्त करनी है, पेश करना है. നമ്മളിൽ നമ്മൾ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് ദഅവത്ത് ചെയ്യണം, അവരിൽ ഈ മുന്നിൽ ഇത് കൊണ്ടുവെക്കണം. एक आदमी कोई अच्छे डॉक्टर का इलाज करता है, उसको फायदा होता है, तो खुद दवा खाते हुए दूसरों को बताता है कि मुझे भी ये बीमारी है, मैं फला डॉक्टर से इलाज करता हूँ, मुझे फायदा हो रहा है, आप भी इलाज करें. ഒരാൾ ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണുകയാണ്, ഡോക്ടറിന്റെ അടുത്ത് മരുന്നെല്ലാം മേടിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത ഒരു രോഗിയെ കണ്ടാൽ പറയും ഇന്ന ഡോക്ടർ നല്ല ആളാണ്, കാരണം എനിക്ക് അദ്ദേഹം ഇന്ന മരുന്ന് എഴുതി തന്നപ്പോൾ നല്ല സുഖമുണ്ടായി, അതുകൊണ്ട് നീയും ആ ഡോക്ടറിനെ പോയി കാണുമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. एक आदमी अच्छा कपड़ा पहनता है तो पहनकर दूसरों को बताता है कि मैं कपड़ा पहन रहा हूँ, बहुत अच्छा कपड़ा है, आप भी लीजिए, आपको भी फायदा होगा. നല്ലൊരു വസ്ത്രം നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടുകാരോട് പറയും ഞാൻ ഇന്ന വസ്ത്രം ഇന്ന അടുത്ത് നല്ല വസ്ത്രമാണ്, ഇത് നീയും ധരിക്കുക എന്ന് നമ്മൾ പറയും. ऐसे हम खुद अपने ऊपर मेहनत करते हुए अब दूसरों को भी दरखास्त करेंगे कि भाई देखो हम लोग इस काम में जुड़े हैं, हमको फायदा हो रहा है, हमारा ईमान बढ़ रहा है, नमाज में कैफियत पैदा हो रही है, हमारे अंदर आखिरत की फिक्र पैदा हो रही है, आप भी इसको करेंगे, आपको भी फायदा होगा. ഇതുപോലെ തന്നെ നമ്മളിലും പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയണം ഈ പരിശ്രമം വളരെ നല്ല പരിശ്രമമാണ്, ഇതിന്റെ പേരിൽ ഇത്ര ഗുണമുണ്ട്, ഇന്ന ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും നമ്മൾ ഈ പരിശ്രമത്തിൽ ഉൾപ്പെടുത്തണം. इस तरह हम दूसरों को दावत देंगे इसकी. ഇതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യണം. हाँ, दीन की दावत देंगे. ദീന്റെ ദഅവത്ത്. हाँ, और दीन में ये अमाल है सारे जिसकी दावत है. ദീനിലാണ് ഈ അമലുകൾ മുഴുവനുമുള്ളത്, അതിന്റെ ദഅവത്ത്. ईमान से उसकी इब्तिदा होती है ഈമാൻ കൊണ്ട് തുടങ്ങും അത്. और फिर ये सारे अमाल है दीन में, जिन अमाल की दावत है. അതിനുശേഷം അത് ഈ ആമാലുകളെല്ലാം ഉണ്ട്, ആ ആമാലുകളുടെ എല്ലാം ദഅവത്ത്. जो दावत अंबिया अलैहिमुस्सलाम ने दी है, ഏത് ദഅവത്താണ്? അമ്പിയാക്കൾ ചെയ്ത ദഅവത്ത്. ईमान की और अच्छे अमलों की. ഈമാനിന്റെയും നല്ല അമലുകളുടെയും ദഅവത്ത്. वही दावत आप अलैहिस्सलाम ने दी है. ആ ദഅവത്ത് തന്നെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. आपने ईमान की दावत दी पहले, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഈമാന്റെ ദഅവത്ത് ചെയ്തു, और फिर अच्छे कामों की दावत दी, പിന്നെ നല്ല പരിശ്രമത്തിന്റെ ദഅവത്ത് ചെയ്തു. और इस उम्मत को भी इसका मुकल्लफ किया कि ये उम्मत एक दूसरों को भलाइयों की तरफ बुलावे और बुराइयों से रोके. അതുപോലെ തന്നെ ഉമ്മത്തിനും ഇത് നിർബന്ധമാക്കി ഈ ജനങ്ങളെ നന്മയിലേക്ക് വിളിക്കാനും ജനങ്ങളെ മോശത്തരത്തിൽ നിന്ന് തടയാനും. इस खास सिफत के साथ इस उम्मत की तारीफ की गई. ഈ പ്രത്യേകമായ ഒരു സിഫത്ത് വെച്ചുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ തന്നെ പരിചയപ്പെടുത്തപ്പെട്ടത്. कुंतुम खैर उम्मतिन उखरिजत लिन्नास तअमुरून बिल मारूफ व तनहौन अनिल मुनकर व तुमिनून बिल्लाह, कि तुम बेहतरीन उम्मत हो. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു. ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഉമ്മത്താണ് എന്ന് എന്ത് ചെയ്തു? ഈ ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചു പറഞ്ഞു. तो जो इसको करेगा वो खैर उम्मत में शामिल होगा. അപ്പൊ ആര് ഈ പരിശ്രമം ചെയ്യുന്നോ അവൻ ഏറ്റവും ഉത്തമരായ ഉമ്മത്തിൽ പെടും. वो आदमी के लिए शरफ होगा, फिर वो एक बड़ी इज्जत होगी. അതൊരു മനുഷ്യന് ഏറ്റവും വലിയ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാം. ईमान लाकर एक शरफ हासिल किया, नमाज पढ़ के शरफ हासिल किया, रोजा और ज़कात से शरफ हासिल किया. अब एक शरफ और हासिल करने का मौका है कि आदमी खैर उम्मत में शामिल हो जावे. ഈമാനിലൂടെ അവനൊരു സ്ഥാനം നേടിയെടുത്തു, നമസ്കാരത്തിലൂടെ ഒരു സ്ഥാനം നേടിയെടുത്തു, അമലുകളിലൂടെ ഒരു സ്ഥാനം നേടിയെടുത്തു. അങ്ങനെ ശേഷം ഈ ഒരു കാര്യത്തിലൂടെ മറ്റുള്ളവരെ ദഅവത്ത് ചെയ്യുന്നതിലൂടെയും അവൻ ആ ഒരു സ്ഥാനം വീണ്ടും നേടിയെടുക്കാൻ പറ്റും. खैर उम्मत का शरफ हासिल करने के लिए है कि आदमी लोगों को खैर की तरफ दावत दे. ഉത്തമ സമുദായം എന്ന സ്ഥാനം ഒരു മനുഷ്യൻ നേടിയെടുക്കണമെങ്കിൽ ജനങ്ങളെ ഖൈറിലേക്ക് എന്ത് ചെയ്യണം? ദഅവത്ത് ചെയ്യണം. तअमुरून बिल मारूफ व तनहौन अनिल मुनकर, कि भलाइयों की तरफ लोगों को बुलावे. തഅമുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, और बुराइयों से रोके. മോശത്തരത്തിൽ നിന്ന് ജനങ്ങളെ തടയുക. तो उसका जरिया बने आदमी खैर को दुनिया में फैलने का और शर के मिटने का. ഖൈർ ദുനിയാവിൽ പ്രചരിക്കുന്നതിനും ഷർറ് ദുനിയാവിൽ നിന്നും മായ്ക്കുന്നതിനും നമ്മൾ കാരണക്കാരാകുക. कि ये आदमी के लिए शरफ की बात है. ഇത് മനുഷ്യന് ഒരു വലിയൊരു മഹത്വം കിട്ടുന്ന കാര്യമാണ്. आदमी खैर फैलने का जरिया बन रहा हो. ഒരു നന്മ പ്രചരിപ്പിക്കാൻ കാരണമാകുക. दुनियावी मुनाफे में भी यही है कि जो दुनियावी लाइन के मुनाफे हैं, जो आदमी लोगों को फायदे पहुंचाता है, लोग उसकी तारीफ करते हैं कि लोगों को पानी पिलाता है, खाना खिलाता है, सड़क बनाता है, इसने दवाखाना बनाया है, इसने स्कूल बनाया है, कि खैर का काम किया इसने. ദുനിയാവിന്റെ വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. നല്ല കാര്യങ്ങൾക്ക് ആര് കാരണക്കാരനാകുന്നോ അവനെ ജനങ്ങൾ എന്ത് ചെയ്യും? പുകഴ്ത്തി പറയാറുണ്ട്.
ഒരാൾ വെള്ളം കുടിപ്പിക്കുന്നു, ഒരാൾ റോഡ് പണിഞ്ഞ് റെഡിയാക്കി കൊടുക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ജനങ്ങൾ എന്ത് ചെയ്യും? പ്രശംസിക്കും. ദുനിയാവിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. दुनियावी एतबार से भी काबिल तारीफ होता है. ദുനിയാവിന്റെ വിഷയത്തിൽ അയാൾ എന്ത് ചെയ്യും? ഒരുപാട് സ്ഥാനം കിട്ടും, അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾ പ്രശംസിക്കും. ऐसे इन बुराइयों से लोगों को बचाने वाला ഇതുപോലെ ഈ മോശത്തരത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ആള്, और इस खैर की तरफ लाने वाला, ईमान और अमल की खैर की तरफ, അതുപോലെ തന്നെ ഈമാന്റെയും ഖൈറിന്റെയും ഇതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവൻ, अल्लाह ताला उसकी तारीफ कर रहा है कि ये खैर उम्मत है, ഇത് ഖൈർ ഉമ്മത്താണെന്ന് അല്ലാഹു അവനെ എന്ത് ചെയ്യും? അവനെ പ്രശംസിക്കും. ये बेहतरीन लोग हैं, നല്ല കൂട്ടരാണെന്ന് പ്രശംസിക്കും. और अल्लाह ताला का मजीद इरशाद है कि तुमको इसीलिए भेजा गया है, മാത്രമല്ല അല്ലാഹു പറയുന്നുണ്ട് ഇതിനാണ് നിങ്ങളെ അയച്ചത് എന്ന്. उखरिजत लिन्नास, कि तुमको लोगों की नफा रसानी के लिए निकाला गया है. ഉഖ്രിജത്ത് ലിന്നാസ്, അതായത് ജനങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി നിങ്ങളെങ്ങനെ ഇറക്കി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. यानी एक खास मकसद बताया है കറക്റ്റ് ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. कि ये आपकी जिंदगी के मकासद में से है कि आप लोगों को खैर की तरफ बुलाओ. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ജനങ്ങളെ ഖൈറിലേക്ക് ക്ഷണിക്കുക, ഖൈറിലേക്ക് വിളിക്കുക എന്നുള്ളത്. भलाई की दावत दें നന്മയുടെ ദഅവത്ത് ചെയ്യുക, और बुराइयों से रोकें. മോശത്തരങ്ങൾ തടയുക എന്നത്. तो उस मकसद की तकमील होगी इस मेहनत के जरिए से. ഈ ഒരു പരിശ്രമത്തിലൂടെയാണ് അതിന്റെ പരിപൂർണതയിലേക്ക് നമ്മൾ हम എത്തിച്ചേരുന്നത്. खैर उम्मत में शामिल होंगे നമ്മൾ ഖൈർ ഉമ്മത്ത്, ഉത്തമ സമുദായത്തിൽ നമ്മൾ ഉൾപ്പെടും. और दुनिया में हमारे जरिए से खैर वजूद में आएगी. നമ്മൾ കാരണം ദുനിയാവിൽ ഖൈർ ഉണ്ടാവും. आप अलैहिस्सलाम ने फरमाया कि बड़ा यानी खुश नसीब है वो शख्स जो दुनिया में खैर फैलने का जरिया बन जावे. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, ഒരു മനുഷ്യൻ വലിയ സൗഭാഗ്യവാനാണ് അവൻ ദുനിയാവിൽ ഒരു ഖൈർ ഉണ്ടാകാൻ കാരണക്കാരനായി എങ്കിൽ. और बड़ा बदनसीब है वो शख्स जो दुनिया में शर फैलने का जरिया बने. ഒരു മനുഷ്യൻ ദുനിയാവിൽ ഒരു ഷർ ഉണ്ടാകാൻ കാരണക്കാരനായാൽ അവൻ ഏറ്റവും ഭാഗ്യം കെട്ടവനുമാണ്. इससे बड़ी खैर और क्या हो सकती है जो खैर नबी लेकर आए. നബി തങ്ങൾ കൊണ്ടുവന്നതിനേക്കാൾ വലിയ ഖൈർ ദുനിയാവിൽ വേറെ ഉണ്ടോ? ईमान लोगों में जिंदा हो जावे, ജനങ്ങളിൽ ഈമാൻ ഉണ്ടാകുക, अच्छे अमल जिंदा हो जावे, നല്ല അമലുകൾ അവരിൽ और സജീവമാകുക, अच्छे अखलाक दुनिया में जिंदा നല്ല हो जावे, സ്വഭാവങ്ങൾ ദുനിയാവിൽ ഉണ്ടായിത്തീരുക, और लोगों की दुनिया भी अच्छी हो जावे, आखिरत भी अच्छी हो जावे. ജനങ്ങളുടെ ദുനിയാവും ആഖിറവും നന്നാകുക. इसके लिए कदम उठाना ये बड़ी खैर की बात है. ഇതിനുവേണ്ടി നമ്മൾ തുടങ്ങി വെക്കൽ, കാലെടുത്ത് വെക്കുക എന്നുള്ളത് വലിയ ഖൈറിന്റെ ये കാര്യമാണ്. आदमी के लिए बहुत बड़ा शरफ है, ഇത് ജനങ്ങൾക്ക് കിട്ടാവുന്ന, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. ये इंसान के लिए बड़ी सआदत है. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണിത്. दुनिया में भी अल्लाह ताला ऐसे लोगों को इज्जत देता है, ദുനിയാവിലും അള്ളാഹു അങ്ങനെയുള്ളവർക്ക് ഇസ്സത്ത് നൽകും. और अल्लाह मदद करता है. അള്ളാഹു സഹായിക്കും അവരെ. अल्लाह ने मदद का वादा किया है, അള്ളാഹു സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. तुम अल्लाह के दीन की मदद करो, अल्लाह तुम्हारी मदद करेगा. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സഹായിക്കൂ എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. और इस मेहनत पर जो अजर होगा, जो बदला होगा, जो लोग खैर पर आए हैं वो अजर और बदला बहुत बड़ा होगा. ഈ പരിശ്രമത്തിൽ നമുക്ക് കിട്ടാമോന്ന പ്രതിഫലം, അതായത് നമ്മൾ കാരണം ജനങ്ങൾ ഇതിലേക്ക് വരുന്നുവെങ്കിൽ നമുക്ക് കിട്ടാമോന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ്. इसलिए इस खैर को भी हमें सीखना समझना है. അതുകൊണ്ട് ഈ ഖൈർ എന്താണെന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. सीखेंगे इंशाअल्लाह. പഠിക്കൂലേ? कौन कौन नियत करता है इसको? ആരൊക്കെ നിയത്ത് ചെയ്യുന്നുണ്ട്? कि सभी नियत करें എല്ലാവരും നിയത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്. कि इंशाअल्लाह हम इस खैर को भी समझेंगे. ഈ ഖൈർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. और इसके लिए बुजुर्गों ने कहा कि इसको सीखने समझने के लिए पहली सीढ़ी जो है वो 4 महीने है. അതുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, ഇത് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ പടി അത് 4 മാസമാണ്. मौलाना इलियास साहब रहमतुल्लाह अलैह बात फरमाते थे कि हमारे काम की पहली सीढ़ी 4 महीने है. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, നമ്മുടെ പരിശ്രമത്തിന്റെ ആദ്യത്തെ പടി 4 മാസമാണ്. इसके लिए सब तैयार हैं? തയ്യാറല്ലേ എല്ലാവരും? ये वीडियो अच्छा है तो लाइक करो, शेयर करो, अल्लाह का भी जिक्र करो.